ക്രിസ്തുവിനെ കാണുവാനും ക്രിസ്തുവിനെ അറിയുവാനും ക്രിസ്തുവിനോട് ചേർന്നിരിക്കുവാനും ആഗ്രഹിച്ചത് കൊണ്ടാണ് സഹദ ഇന്നും ദൈവത്തിൻ്റെ സന്നിധിയിൽ നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുന്നുവെന്ന് നമ്മൾ ഉറച്ചു വിശ്വസിക്കുന്നത്. സഹദ ഇന്നും നമ്മളോട് പറയാ, മശിഹായെ കാൺമാൻ കാംക്ഷിച്ചൊരു സഹദേർ വാളാൽ ചിറകുകൾ പൂണ്ടുന്നത പദമേറി. മശിഹായെ കാണുവാൻ ആഗ്രഹിച്ചു സഹദേന്മാർ. എന്നിട്ട് അവരെന്ത് ചെയ്തു? വാളുകൾ കൊണ്ട് അവരുടെ തലകൾ അറുക്കപ്പെടുമ്പോഴും കുന്തം കൊണ്ട് കുത്തപ്പെടുമ്പോഴും ഈ ഭൂമിയിൽ രക്തം ചൊരിയപ്പെടുമ്പോഴും അവർ ക്രിസ്തുവിനെ കാണണമെന്ന് അദമ്യമായി ആഗ്രഹിച്ചു. ഒരു ദിവസം മുൻപേ ഈ ലോകത്തിൽ നിന്ന് വിട പറയുമ്പോഴും വാളുകൾ കൊണ്ട് തല ഛേദിക്കപ്പെടുമ്പോൾ അത് ചിറകുകളായി വെച്ച് ക്രിസ്തുവിൻ്റെ അടുക്കലേക്ക് പറന്നു ചെല്ലുവാൻ ആഗ്രഹിച്ചത് കൊണ്ടാണ് സഹദേന്മാരും ശുദ്ധിമാന്മാരും ശുദ്ധിമതികളും നമ്മളെപ്പോലെ ഈ ഭൂമിയിൽ ജീവിച്ചിട്ടും ക്രിസ്തുവിനോടുള്ള സ്നേഹം നിമിത്തമാണ്, ക്രിസ്തുവിനോടുള്ള ആ അദമ്യമായ ആഗ്രഹം നിമിത്തമാണ് ക്രിസ്തുവിൻ്റെ അടുക്കലേക്ക് കടന്നു എന്നത്. ക്രിസ്തുവിനെ കാണാൻ സത്യമായിട്ടും ആഗ്രഹിക്കുന്ന ചില യവനന്മാർ അവിടെ ഉണ്ട് എന്നറിഞ്ഞ് ഫിലിപ്പോസും അന്ത്രയോസും ക്രിസ്തുവിൻ്റെ അടുക്കലേക്ക് ചെല്ലുക. അവർ ചെന്ന് ക്രിസ്തുവിനോട് പറയാണ്, ഗുരു, നിന്നെ കാണാൻ ഇതാ കുറച്ചു പേരിവിടെ വന്നു നിൽക്കുന്നു. 12-ാം അധ്യായം 23-ാം വാക്യം. നിന്നെ കാണാൻ ഇതാ കുറച്ചു പേർ വന്നു നിൽക്കുന്നു. നമ്മളെ കാണാനാണ് കുറച്ചു പേര് വന്ന് നിൽക്കുന്നതെങ്കിൽ നമ്മൾ എന്തായിരിക്കും മറുപടി പറയുക? ഒന്നുകിൽ മറുപടി പറയും, കയറി ഇരുന്നാട്ടെ, ഞങ്ങളിപ്പോൾ വരാം, അല്ലെങ്കിൽ ഇന്ന് കാണാൻ തരപ്പെടത്തില്ല, അല്ലെങ്കിൽ പോയിട്ട് പിന്നെ വാ, അല്ലെങ്കിൽ നാളെ വാ എന്നൊക്കെയാ. പക്ഷെ കർത്താവ്, ഇതൊക്കെയാണ് ആ ചോദ്യത്തിൻ്റെ ഉത്തരം. പക്ഷെ കർത്താവ് പറയുന്ന മറുപടി അതൊന്നുമല്ല. 12-ാം അധ്യായത്തിൻ്റെ 24-ാം വാക്യത്തിൽ കർത്താവ് മറുപടി പറയാണ്, ഗോതമ്പ് മണി നിലത്തു വീണു ചാകുന്നില്ല എങ്കിൽ അത് തനിയെ ഇരിക്കും, ചത്തുവെങ്കിലോ വളരെ വിളവുണ്ടാകും. തൻ്റെ ജീവനെ സ്നേഹിക്കുന്നവൻ അതിനെ കളയും. ഇഹലോകത്തിൽ തൻ്റെ ജീവനെ സ്നേഹിക്കുന്നവൻ അതിനെ നിത്യജീവനായിട്ട് സൂക്ഷിക്കും. ഗോതമ്പ് മണി നിലത്ത് വീണ് ചാകുന്നില്ല എങ്കിൽ അത് അങ്ങനെ തന്നെ ഇരിക്കും. ചോദ്യം എന്തായിരുന്നു? ക്രിസ്തുവിനെ കാണാൻ ആഗ്രഹമുണ്ട്. ഉത്തരം എന്തായിരുന്നു? ഗോതമ്പ് മണി നിലത്ത് വീട് ചാകുന്നത് പോലെ ആയിരിക്കുന്ന അവസ്ഥയിൽ നിന്ന് നമ്മളെ തന്നെ ഒന്ന് വിട്ടുകൊടുക്കുവാൻ, നമ്മളിൽ തന്നെ ഒരു മാറ്റമുണ്ടാകാൻ, നമ്മളിലൊരു വ്യതിയാനം ഉണ്ടാകുവാൻ പെരുന്നാളുകളിൽ നമുക്ക് സാധിക്കുന്നില്ല എങ്കിൽ നമുക്ക് ക്രിസ്തുവിനെ കാണാൻ സാധിക്കില്ല. വചനമാം ദൈവത്തെ സ്വീകരിക്കുകയും വചനത്തിലൂടെ ഒരു മാറ്റവും ഉണ്ടാകുമ്പോൾ മാത്രമാണ് ഗോതമ്പ് മണി പോലെ നിലത്ത് വീണ് ചത്തു എന്ന് പറയാൻ നമുക്ക് സാധിക്കുക. ഈ നിലത്ത് വീണ് ഗോതമ്പ് മണി അഴുകി എന്ത് ചെയ്യാണ്? പുതിയ 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 തൈകളെ ഉണ്ടാക്കുകയാണ് ചെയ്യുന്നത്. ചില വിട്ടുകൊടുക്കലുകൾ, ചില മാറിക്കൊടുക്കലുകൾ, ചില മൗനങ്ങൾ നമ്മുടെ ഭവനത്തിൽ വലിയ സമാധാനം ഉണ്ടാക്കും, നമ്മുടെ ദേവാലയത്തിൽ വലിയ സമാധാനം ഉണ്ടാക്കും, നമ്മുടെ സമൂഹത്തിൽ വലിയ സമാധാനം ഉണ്ടാക്കും. ചില നേരങ്ങളിൽ ഗോതമ്പ് മണി പോലെ അഴുകുവാൻ എനിക്കും നിങ്ങൾക്കും സാധിക്കുന്നുവെങ്കിൽ മാത്രമേ ക്രിസ്തുവിനെ കാണാൻ സാധിക്കുകയുള്ളൂ. അല്ല, ഈ ഭൂമിയിൽ ഞാൻ പറയുന്നത് നേടണം, ഞാൻ പറയുന്നത് ജയിക്കണം, എൻ്റെ വാക്കാണ് അവസാനം എന്ന് പറയുമ്പോൾ 25-ാമത്തെ വാക്യത്തിൽ കർത്താവ് പറയാണ്, തൻ്റെ ജീവനെ സ്നേഹിക്കുന്നവൻ അതിനെ കളയും. തൻ്റെ ജീവനെ സ്നേഹിക്കുന്നവൻ അതിനെ കളയും. ഇഹലോകത്തിൽ തൻ്റെ ജീവനെ പകയ്ക്കുന്നവൻ അതിനെ നിത്യജീവനായിട്ട് സൂക്ഷിക്കും. ഈ ലോകത്തിൽ തൻ്റെ ജീവനെ പകയ്ക്കുന്നവൻ അതിനെ നിത്യജീവനായിട്ട് സൂക്ഷിക്കും. എന്നാൽ ഈ ലോകത്തിൽ ജീവിച്ചിരിക്കുമ്പോൾ ഒരു വാക്കിന് പോലും വിട്ടുകൊടുക്കാൻ എനിക്ക് സാധിക്കുന്നില്ല എങ്കിൽ, ഒരു നോട്ടത്തിന് പോലും മാറിക്കൊടുക്കാൻ എനിക്ക് സാധിക്കുന്നില്ല എങ്കിൽ, ഭവനത്തിൽ പരസ്പരം ഒരു ശുശ്രൂഷ മനോഭാവത്തോടെ എനിക്ക് ആവാൻ സാധിക്കുന്നില്ല എങ്കിൽ, ഗോതമ്പ് മണി പോലെ നിലത്ത് വീണ് ചാകുന്നില്ല എങ്കിൽ എനിക്ക് ക്രിസ്തുവിനെ കാണാൻ സാധ്യമല്ല. ഇവിടെ പെരുന്നാളിന് നമസ്കരിപ്പാൻ വന്ന യവനന്മാരോട് കർത്താവ് പറയാണ്, സത്യമായിട്ടും ക്രിസ്തുവിനെ കാണണമെങ്കിൽ, സത്യമായും ക്രിസ്തുവിനെ കാണണമെങ്കിൽ നമ്മളിൽ തന്നെ ഒരു മാറ്റം, എവിടെയാണോ എന്നിലൊരു മാറ്റം ഉണ്ടാകുന്നത്, എന്തിനു വേണ്ടിയാണ്? നിത്യജീവനായിട്ട് നമ്മളെ തന്നെ സൂക്ഷിക്കാൻ. സഹദേന്മാരും ഇതുതന്നെയാണ് നമ്മളോട് വാഗ്ദാനം ചെയ്യുന്നത്. എന്താ സഹദേന്മാർ വാഗ്ദാനം ചെയ്യുന്നത്? സഹദേരോതുന്നു സുപ്രിയ ശുദ്ധസുതൻ, സ്വകരാജ്യേ ഞങ്ങൾ കേകീടും മുടി ശാശ്വതവും, പ്രതിദാനം സംരക്ഷിതവും, എരിതീവാൾമർദിതർ ഞങ്ങൾ, ആശ്വാസം മശിഹായിഷ്ടർ.
സഹദേരോതുന്നു. സഹദേന്മാർ നമ്മളോട് പറയുന്നു, സുപ്രിയ ശുദ്ധസുതൻ നമുക്കായിട്ട് ഒരുക്കിയിട്ടുണ്ട് ഒരു പരദീസ. അതിൽ എരുതിയോ വാളോ മർദ്ദനമോ നിന്നയോ ഈ ലോകത്തിന്റെ അവഗണനയോ ഈ ലോകത്തിന്റെ പരിഹാസമോ ഈ ലോകത്തിന്റെ മാറ്റി നിർത്തലോ ഒന്നും നിത്യജീവനിൽ നിന്ന് എന്നെ അകറ്റുന്നില്ല. പക്ഷെ ക്രിസ്തുവിനോടുള്ള സ്നേഹം, ഇതാണ് ഈ സാക്ഷികളുടെ വലിയ സമൂഹം നമ്മെ പഠിപ്പിക്കുന്നത്. ശുദ്ധിമാന്മാര്, ശുദ്ധിമതികള് നമ്മളെ പഠിപ്പിക്കുന്നതിന് കാരണം വിശുദ്ധ യോഹന്നാൻ ശ്ലീഹയുടെ സുവിശേഷം 17-ാം അധ്യായത്തിന്റെ 24-ാം വാക്യത്തിന്റെ അവസാനത്തിൽ പറയുന്നു, കർത്താവ് വാഗ്ദത്തം ചെയ്തിരിക്കുക, ഞാൻ ഇരിക്കുന്നിടത്ത് അവരും എന്നോട് കൂടെ ഇരിക്കും. കർത്താവ് ഇരിക്കുന്നിടത്ത് ആരും ഇരിക്കും? കർത്താവ് ഇരിക്കുന്നിടത്ത് ഈ സാക്ഷികളുടെ വലിയ സമൂഹം, ക്രിസ്തുവിന് വേണ്ടി ജീവിച്ച, ക്രിസ്തുവിന് വേണ്ടി മരിക്കുവാൻ തങ്ങളെ തന്നെ വിട്ടുകൊടുക്കുന്ന രക്തസാക്ഷികളായവര്, ക്രിസ്തുവിനെ പ്രതി ഡയക്ലീഷ്യൻ ചക്രവർത്തിയുടെ കാലത്ത് ഇത്രയും വലിയ ഒരു ദേശത്തെ രക്ഷിക്കത്തക്കവണ്ണം ഒരു ധീരനായ യുവാവിന് പട്ടും വളയും കൊടുത്ത് ഏത് ഉന്നതമായ പദവിയും കൊടുക്കുവാൻ തക്കവണ്ണം ദേശത്തെ രക്ഷിച്ചവനാണ്. പക്ഷേ ആ ദേശത്തൊരു നിയമമുണ്ടായിരുന്നു. ദേശത്ത് ക്രിസ്തുവിനെ തള്ളിപ്പറയണം, രാജാവിനെ വാഴ്ത്തിപ്പാടണം. എന്നാൽ തൻ്റെ ഈ ലോകത്തിലെ അധികാരങ്ങളെക്കാൾ എല്ലാം ഉപരി തൻ്റെ തലചക്രത്തിന്മേലിരുന്ന് കറങ്ങുമ്പോഴും വിശ്വാസത്തിൽ ജ്വലിച്ച് നിൽക്കുവാൻ സഹദായിക്ക് സാധിച്ചു. ആരാണ് സഹദയന്മാർ? സൂര്യന്റെ പ്രകാശം ചന്ദ്രൻ സ്വീകരിച്ച് സ്വയം പ്രകാശിക്കുന്നത് പോലെ 1000 സൂര്യനേക്കാൾ തേജസ്സുള്ള ക്രിസ്തുവിന്റെ പ്രകാശത്തെ സ്വയം സ്വീകരിച്ചവരാണ് സഹദയന്മാർ. പിന്നെ ആരാണ് വിശുദ്ധന്മാർ? സാധാരണ ജീവിതത്തിൽ കൊണ്ട്, നമ്മളെപ്പോലെയുള്ള സാധാരണ ജീവിതം കൊണ്ട് അസാധാരണമായ പോരാട്ടങ്ങളെ അതിജീവിച്ചവരാണ് വിശുദ്ധന്മാർ. പിന്നെയോ ബോധപൂർവം പാപത്തെ ഉപേക്ഷിക്കുകയും പുണ്യത്തെ പുൽകുകയും ചെയ്തവരാണ് വിശുദ്ധന്മാർ. പിന്നെയും ഈ ലോകത്തെ ഉപേക്ഷിച്ചുകൊണ്ട്, ലോകസുഖങ്ങളെ ഉപേക്ഷിച്ചുകൊണ്ട് ഈ ലോകത്തെ ജയിച്ചവരായിരുന്നു വിശുദ്ധന്മാർ. തങ്ങൾക്ക് വേണ്ടി മുറിക്കപ്പെട്ടവന്റെ മുൻപിൽ തങ്ങളെ തന്നെ മുറിക്കുവാൻ ഏൽപ്പിച്ചു കൊടുത്തവരാണ് വിശുദ്ധന്മാർ. അങ്ങനെയെങ്കിൽ പ്രിയമുള്ളവരെ, ക്രിസ്തുവിൻ്റെ തേജസ് നമ്മളിലും ഉണ്ടാകുമ്പോഴാണ് ഈ ഭൂമിയിൽ വിശുദ്ധരായിട്ട് ജീവിക്കാൻ നമുക്ക് സാധിക്കുക. ജീവിതത്തിൻ്റെ സാധാരണമായ ഈ ജീവിതത്തിൻ്റെ പരീക്ഷണങ്ങളിൽ അസാധാരണമായി വിശ്വാസം കൊണ്ട് അതിജീവിക്കാൻ നമുക്ക് സാധിക്കുമ്പോഴാണ് ഞാനും നിങ്ങളും വിശുദ്ധരായി മാറുന്നത്. ബോധപൂർവം എൻ്റെ മുൻപിൽ നിൽക്കുന്ന തെറ്റുകളെ തെറ്റാണെന്നറിഞ്ഞിട്ടും അരുതുകളെ താലോലിക്കാതെ അതിനെ അതിജീവിക്കാനുള്ള കൃപ ലഭിക്കുമ്പോഴാണ് നമ്മൾ വിശുദ്ധന്മാരാകുന്നത്. മുറിക്കപ്പെട്ടവൻ്റെ മുൻപിൽ നമ്മളെ തന്നെ മുറിക്കുവാൻ ഏൽപ്പിച്ചു കൊടുക്കുമ്പോഴാണ് നമ്മളും വിശുദ്ധന്മാരാകുന്നത്. ഈ വിശുദ്ധന്മാർ എന്തു ചെയ്തെന്നറിയാമോ? അവരുടെ സകല ഭാരവും, അവരിൽ മുറുകെപ്പെട്ടിരിക്കുന്ന പാപവും വിട്ട് അവരുടെ ഓട്ടം സ്ഥിരതയോടെ ഓടിയവരാണ്. ഞാനും നിങ്ങളും വിശ്വാസത്തിൽ എരിവുള്ളവരാണെന്ന് പറയും, പക്ഷെ ഓട്ടത്തിൽ പലപ്പോഴും സ്ഥിരതയുള്ളവരല്ല. ഇന്നത്തെ സന്ധ്യയുടെ ചിന്തയ്ക്കായി ഹെബ്രായ ലേഖനം 12-ാം അധ്യായം 1, 2, 3 വാക്യങ്ങൾ ഇങ്ങനെ പറയുന്നു. ഹെബ്രായ ലേഖനം 12-ാം അധ്യായം 1, 2, 3 വാക്യം ഇങ്ങനെ പറയുന്നു, ആകയാൽ നാമും സാക്ഷികളുടെ ഇത്ര വലിയ സമൂഹം നമുക്ക് ചുറ്റും നിൽക്കുന്നത് കൊണ്ട് സകല ഭാരവും മുറുകെ പറ്റുന്ന പാപവും വിട്ട് നമുക്ക് മുൻപിൽ വെച്ചിരിക്കുന്ന ഓട്ടം സ്ഥിരതയോടെ ഓടുവിൻ. വിശ്വാസത്തിൻ്റെ നായകനും പൂർത്തി വരുത്തുന്നവനുമായ യേശുവിനെ നോക്കുവിൻ. തൻ്റെ മുൻപിൽ വെച്ചിരുന്ന സന്തോഷത്തെ അവൻ ഓർത്തു, അപമാനത്തെ അലക്ഷ്യമാക്കി ക്രൂശിനെ സഹിക്കുകയും ദൈവസിംഹാസനത്തിൻ്റെ വലതുഭാഗത്ത് ഇരിക്കുകയും ചെയ്തു. 3-ാമത്തെ വാക്യം പറയുക, നിങ്ങളുടെ ഉള്ളിലും ക്ഷീണിച്ചു മടുക്കാതെ ഇരുപ്പാൻ പാപികളാൽ തനിക്കു നേരിട്ട ഇങ്ങനെയുള്ള വിരോധം സഹിച്ചവനെ തന്നെ ധ്യാനിച്ചു കൊള്ളുവിൻ. ആദ്യത്തെ വാക്യം പറയുകയാണ്, ആകയാൽ നാം എവിടെയാണ് ഇരിക്കുന്നത്? ആകയാൽ നാമും സാക്ഷികളുടെ ഒരു വലിയ സമൂഹത്തിൻ്റെ ചുറ്റുമാണ് നമ്മളും ഇരിക്കുന്നത്. ജീവിച്ച് മരിച്ച വിശുദ്ധന്മാരായ സാക്ഷികളുടെ വലിയൊരു സമൂഹത്തിന് മുൻപിൽ, തങ്ങളുടെ രക്തം ചൊരിഞ്ഞ് രക്തസാക്ഷിത്വം വരിച്ച സാക്ഷികളുടെ മുൻപിൽ ഇന്ന് സഭയ്ക്കും സമൂഹത്തിനും കുടുംബങ്ങൾക്കുമൊക്കെ ആവശ്യം രക്തസാക്ഷികളെയല്ല, മറിച്ച് സാക്ഷ്യമുള്ള ജീവിതമുള്ളവരെയാണ്. ഭക്തിയുടെ വേഷം എങ്ങും ഇന്ന് കാണാനുണ്ട്. ശക്തിയുള്ള സാക്ഷ്യമുള്ളവർ നമ്മളിൽ എത്ര പേരുണ്ട്? നമ്മളുടെ കുടുംബങ്ങളിൽ സാക്ഷ്യമുള്ള ഒരപ്പൻ, സാക്ഷ്യമുള്ള ഒരമ്മ,
സാക്ഷ്യമുള്ള മക്കൾ ഈ ദേശത്തായിരിക്കാൻ, സാക്ഷ്യമുള്ള ക്രിസ്ത്യാനി എന്ന് പറയത്തക്കവണ്ണം നമ്മളിൽ എത്ര പേർക്ക് സാധിക്കുന്നുണ്ട്? അങ്ങനെ ഉണ്ടാകുമ്പോൾ മാത്രമാണ് ഈ സാക്ഷികളോടൊപ്പം ഇരിക്കാൻ നമുക്ക് സാധിക്കുന്നത്. അവരോടൊപ്പം ഇരിക്കണമെങ്കിൽ നമ്മുടെ ഓട്ടം സ്ഥിരതയോടെ ഓടണം. ഈ ഓട്ടക്കാർക്കൊരു പ്രത്യേകതയുണ്ട്, അവർക്കെപ്പോഴും ഒരു ഡെസ്റ്റിനേഷൻ ഉണ്ട്. ഈ ഡെസ്റ്റിനേഷൻ എന്ന് പറഞ്ഞാൽ എത്തിച്ചേരേണ്ട ഒരു ഫിനിഷിംഗ് പോയിന്റിനെ കുറിച്ചുള്ളൊരു ചിന്ത അവർക്കുണ്ട്. അവരുടെ നോട്ടം എപ്പോഴും ആ ഫിനിഷിംഗ് പോയിന്റിലായിരിക്കും. ഈ ഓട്ടത്തിനിടയ്ക്ക് അവർ ട്രാക്ക് മാറി ഓടുകയില്ല, മറിച്ച് ആ ട്രാക്കിൽ കൂടെ തന്നെ ഓടുന്നത്. ഈ ഭാരതത്തിൻ്റെ അഭിമാന താരമാണ് ഷൈനി വിൽസൺ, അത്ലറ്റ്. ഷൈനി വിൽസൺ ട്രാക്കിൽ ഇറങ്ങുന്ന സമയത്ത് കേരളം എപ്പോഴും ഒരു സ്വർണ്ണ മെഡൽ ഉറപ്പ് വെച്ചിരുന്ന ഒരു കാലമുണ്ടായിരുന്നു. ഇവിടെ ഇരിക്കുന്ന മുതിർന്നവർക്കൊക്കെ ഷൈനി വിൽസനെ അറിയാം. എന്നാൽ ഒരിക്കൽ ഒളിമ്പിക്സിൽ ഓടുന്ന സമയത്ത് ഷൈനി വിൽസൺ 800 മീറ്റർ റേസിൽ ഒന്നാമത് ചെന്നെത്തി. എന്നാൽ അങ്ങ് അറ്റത്ത് നിൽക്കുന്ന ഫിനിഷിംഗ് പോയിന്റിൽ നിൽക്കുന്നയാള് ആദ്യം ചെന്നെത്തിയ ആളോട് ഫൗൾ കാണിച്ചു. കാരണം അന്വേഷിച്ചപ്പോൾ പറഞ്ഞത് ഇത്ര മാത്രം: 800 മീറ്റർ ഓട്ടത്തിനൊരു നിയമമുണ്ട്. ഇത്ര സമയം കഴിഞ്ഞാൽ മാത്രമേ ട്രാക്ക് മാറി ഓടാൻ സാധിക്കുകയുള്ളൂ. എന്നാൽ തുടക്കം മുതൽക്ക് തന്നെ ട്രാക്ക് മാറി ഓടിയത് കൊണ്ട് 1-ാം സ്ഥാനത്ത് എത്തിച്ചേർന്നാലും ആ ഓട്ടം ഫൗള് തന്നെയാണ്. നമ്മൾ ഓരോരുത്തരുടെയും ജീവിതം സ്വർഗസിയോനിലേക്ക് ലക്ഷ്യം വെച്ച് ഓടുന്ന വിശ്വാസികളുടെ സമൂഹമാണ്. നമ്മളെല്ലാം ഓടുന്നുണ്ട്, ഓടുന്നില്ലെന്ന് പറയാൻ പറ്റുമോ? രാവിലെ തൊട്ട് ഓട്ടവാ, ഇരിക്കാനും നിൽക്കാനും. ചിലപ്പോൾ നമ്മൾ വിചാരിക്കും നമ്മൾ കുതിരയെ പോലെയാണ് ഓടുന്നതെന്നും, ചിലപ്പോൾ തളർന്നു കഴിയുമ്പോൾ നമ്മൾ ഓർക്കും നമ്മളിപ്പോൾ ഏകദേശം ഒരു കഴുതയെ പോലെയാണ്. എങ്ങനെ ഇരുന്നാലും ഓട്ടം ഓടുന്നുണ്ട്. നമ്മൾ നല്ലവണ്ണം ഓടുന്നവരാണ്, എന്തിനൊക്കെയോ വേണ്ടി ഓടുന്നവരാണ്. എന്നാൽ ദൈവസന്നിധിയിൽ സ്ഥിരതയോടെ ഓടാൻ ഇപ്പോൾ ഒരു സീസണൽ ഭക്തിയാണ്. കാരണം എന്താണ്? സഹദായുടെ പെരുന്നാളാണ്. ഇത്രയും ദിവസം ജിജോ അച്ഛൻ ഇവിടെ വരുമ്പോൾ 1-2 മാസമായിട്ട് അതിൻ്റെ സീസണായിരുന്നു. കാരണം നോയമ്പായിരുന്നു, അത് കഴിഞ്ഞ് പാതി നോയമ്പായി, അത് കഴിഞ്ഞ് 40-ാം വെള്ളിയായി, അത് കഴിഞ്ഞ് അതിനുള്ള ദിവസമായി. എപ്പോഴും ആളും ബഹളവും അനക്കവും, ഭക്തന്മാരുടെ വലിയൊരു കൂട്ടിയിടിയാണ്. അത് കഴിഞ്ഞുടനെ പുലിയൂർ സഹദായുടെ പെരുന്നാൾ. അപ്പോൾ നമ്മളെല്ലാം ഭക്തന്മാരാണ്, നമ്മൾ വീണ്ടും വന്നു. ഇനി ഒരു അറിയിപ്പ്, പെരുന്നാൾ കഴിഞ്ഞൊരു പോക്ക് പോയി കഴിഞ്ഞാൽ ഇനി ഒരു അറിയിപ്പുണ്ടായാലേ നമ്മളിൽ പലരും എവിടേക്ക് വരുള്ളൂ? ഈ കേട്ട വചനം ഇങ്ങനെ മനനം ചെയ്ത് കുറേ നാൾ നടക്കും. പിന്നെ നമ്മളുടെ പലപ്പോഴും ഓട്ടം മാറിപ്പോവുകയാണ്. അതെന്തുകൊണ്ടാണെന്നറിയാമോ? നമ്മുടെ നോട്ടം മാറിപ്പോകുന്നത് കൊണ്ടാണ്. നമ്മളോട് പറയുകയാണ്, ഓട്ടത്തിൽ നമുക്ക് വേഗത കുറയാനുള്ള കാര്യം, നമ്മൾ സകല ഭാരവും ചുമന്നുകൊണ്ടാണ് ഓടുന്നത്. മുറുകെ പറ്റുന്ന പാപശീലങ്ങളെ കളയാൻ എനിക്ക് നിങ്ങൾക്ക് നമ്മുടെ ജീവിതത്തിൽ സാധിക്കണം. ഒരിക്കലൊരു കാളവണ്ടിക്കാരൻ ഇങ്ങനെ ഒരു വയലിനോട് ചേർന്നിങ്ങനെ പോവുക. ഭാരമേറിയൊരു ചുമടും തലയിൽ ചുമന്നുകൊണ്ട് ഒരു പ്രായമുള്ള മനുഷ്യൻ നടന്നു പോവുക. ഈ കാളവണ്ടിക്കാരൻ ആ വണ്ടി അവിടെ വണ്ടി നിർത്തിയിട്ട് പറഞ്ഞു, അപ്പച്ച കാളവണ്ടിയിലോട്ട് കയറിക്കോളാൻ പറഞ്ഞു. ഇയാൾ ഈ കാളവണ്ടിയിലോട്ട് കയറിയോ എന്ന് ചോദിച്ചപ്പോൾ ഉവ്വ് എന്ന് മൂളൽ മാത്രമേ ഉള്ളൂ. നമ്മുടെയൊക്കെ വീടുകളിലെയും പ്രശ്നം അല്ലേ, നിങ്ങൾക്കൊന്ന് മൂളിക്കൂടെ എന്നൊക്കെ നമ്മൾ ചോദിക്കാറുണ്ട്. ഇയാൾ ചോദിക്കുന്നതിനെല്ലാം ഉത്തരം മൂളൽ മാത്രമാണ്. കുറേ നേരം കഴിഞ്ഞപ്പോൾ ഈ കാളവണ്ടിക്കാരൻ തിരിഞ്ഞു നോക്കി, എന്താ ഈ അപ്പച്ചനൊന്നും സംസാരിക്കാത്തത്? തിരിഞ്ഞു നോക്കുമ്പോൾ കാണുന്ന കാഴ്ച, കാളവണ്ടിയിൽ ഇരിപ്പുണ്ടെങ്കിലും തലയിൽ ആ വലിയ ചുമടിപ്പോഴും ചുമന്നുകൊണ്ടേയിരിക്കുക. നമ്മളെല്ലാം ദൈവസന്നിധിയിലാണ് ഇരിക്കുന്നതെങ്കിലും പലപ്പോഴും ഭാരങ്ങളെ ഇറക്കി വെക്കാതെ, പലപ്പോഴും ദൈവസന്നിധിയിൽ വിട്ടുകൊടുക്കാതെ ഇരിക്കുന്നവരാ. ദേഷ്യത്തിൻ്റെ, പിണക്കത്തിൻ്റെ ചില ഭാരങ്ങൾ ചുമന്നുകൊണ്ടിരിക്കുന്നവരാണോ നമ്മൾ? പിണക്കത്തിൻ്റെ ഭാരവുമായിട്ട് നടക്കുന്നവരാണോ നമ്മൾ? അസൂയയുടെ ഭാരവുമായിട്ട് നടക്കുന്നവരാണോ നമ്മൾ? സഹോദര സ്നേഹമില്ലായ്മയുടെ ഭാരമായിട്ട് നടക്കുന്നവരാണോ നമ്മൾ? മാതാപിതാക്കളും മക്കളും തമ്മിലുള്ള സ്നേഹബന്ധത്തിൻ്റെ ഇല്ലായ്മയുടെ ഭാരം ചുമക്കുന്നവരാണോ നമ്മൾ? പലപ്പോഴും ദൈവസന്നിധിയിൽ ഇരിപ്പുണ്ട് ഭാരം താത്തുവെക്കാൻ. സഹദായ ഞങ്ങൾക്ക് വേണ്ടി ദൈവസന്നിധിയിൽ അപേക്ഷിക്കണമേ. അതിനെന്തു ചെയ്യണമെന്നറിയാമോ? ഭാരം താത്തുവെക്കണമെങ്കിൽ നോട്ടം കൃത്യമാകണം. എവിടെയായിരിക്കണം നോട്ടം? വിശ്വാസത്തിൻ്റെ നായകനും പൂർത്തി വരുത്തുന്നവനുമായ യേശുവിൽ. അങ്ങനെ നോക്കുമ്പോൾ നമ്മളെല്ലാം ആരെ നോക്കുന്നവരാണ്? നമ്മൾ യേശുവിനെ നോക്കി എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. സൂക്ഷിച്ചൊന്ന് യേശുവിനെ നോക്കിയാൽ മുറിപ്പാടുകൾ ഏറെ കാണാൻ സാധിക്കും. നമുക്ക് വേണ്ടി, മറ്റുള്ളവർക്ക് വേണ്ടി, ലോകത്തിനു വേണ്ടി മുറിഞ്ഞ പാടുകൾ കർത്താവിൻ്റെ കയ്യിലും കാലിലുമൊക്കെ കാണാൻ സാധിക്കും. ക്രിസ്തുവിനെ നോക്കുന്നവന്
മറ്റുള്ളവൻ്റെ മുൻപിൽ ഒന്ന് വിട്ടുകൊടുക്കാൻ സാധിക്കണം. ആകാശത്തെ കണ്ടിട്ടില്ലേ? ആകാശം ഒന്ന് വിട്ടുകൊടുക്കുമ്പോഴാണ് അത് മഴയായി ഭൂമിയിൽ വീഴുന്നത്. മണ്ണിനെ കണ്ടിട്ടില്ലേ? അത് ആഴത്തിൽ കിളയ്ക്കാൻ വിട്ടുകൊടുക്കുമ്പോഴാണ് അത് കൃഷിക്ക് പാകമാകുന്നത്. വിത്തിനെ കണ്ടിട്ടില്ലേ? ഈ വിത്ത് അഴുകാൻ ഏൽപ്പിക്കുമ്പോഴാണ് പുതിയ തൈയാവുന്നത്. തയ്യെ കണ്ടിട്ടില്ലേ? അത് വെയിലും മഴയും ഏൽക്കാൻ സ്വയം തയ്യാറാകുമ്പോഴാണ് പുതിയ പൂക്കളും കായ്കളും ഉണ്ടാകുന്നത്. പ്രിയമുള്ളവരെ, ദൈവസന്നിധിയിൽ ഒരു പടുവൃക്ഷമായിരിക്കണം നമ്മൾ. ക്രിസ്തുവിന് വേണ്ടി പൂക്കുകയും കായ്ക്കുകയും ഒരിക്കൽ പിടർന്നു വീണാലും നമ്മളിൽ നിന്ന് വീഴുന്ന തലമുറകൾ വീണ്ടും വിത്തുകളായി കിളിർക്കുകയും ചെയ്യുന്നവരായിരിക്കണം നമ്മൾ. വിശ്വാസത്തിൻ്റെ നായകനും പൂർത്തി വരുത്തുന്നവനുമായി യേശുവിനെ നോക്കുക. അതിൻ്റെ കൂടെ ഒരു വാക്യമുണ്ട്, തൻ്റെ മുൻപിൽ വെച്ചിരുന്ന സന്തോഷത്തെ അവൻ ഓർത്തു. ആര്? കർത്താവ്. എന്താ ക്രിസ്തുവിൻ്റെ മുൻപിൽ വെച്ചിരുന്ന സന്തോഷം? എന്താ ക്രിസ്തുവിൻ്റെ മുൻപിൽ വെച്ചിരുന്ന സന്തോഷം? എന്താ? തിരികെ പിതാവിൻ്റെ സന്നിധിയിൽ, മാലാഖമാരുടെ നാട്ടിൽ, ക്രോപകൾ വഹിക്കുന്ന തേരിൽ, അഗ്നിസിംഹാസനത്തിൽ ആരൂഢനായിരിക്കുന്ന പരിശുദ്ധ പിതാവിൻ്റെ വലതുവശത്ത് ചെന്നിരിക്കാം. എങ്ങനെ? ഈ ഭൂമിയിലെ തൻ്റെ നിയോഗം പൂർത്തിയാക്കിയിട്ട്. അതിനെന്ത് ചെയ്തു? തൻ്റെ മുൻപിൽ വെച്ചിരുന്ന സന്തോഷത്തെ അവൻ ഓർത്തു, അപമാനത്തെ അലക്ഷ്യമാക്കി ക്രൂശിനെ സഹിച്ചു. ഈ ലോകത്തിൽ കുരിശിനെ സഹിക്കുന്നവന് മാത്രമാണ് ഉത്ഥാനമുണ്ടാകൂ എന്ന് കർത്താവ് ഇവിടെ പഠിപ്പിക്കുക. ഈ ജീവിതത്തിൽ കുരിശുകളെ സഹിക്കുവാൻ കർത്താവേ എനിക്ക് കൃപ തരണമേ എന്ന് പ്രാർത്ഥിക്കുമ്പോഴാണ് ക്രിസ്തുവിൻ്റെ മുഖത്തേക്ക് നോക്കാൻ സാധിക്കുന്നത്. അതാണ് മൂന്നാമത്തെ വാക്യം പറയുന്നത്, നിങ്ങളുടെ ഉള്ളിൽ ക്ഷീണിച്ചു മടുക്കാതെ ഇരുപ്പാൻ പാപികളാൽ തനിക്കു നേരിട്ട ഇങ്ങനെയുള്ള വിരോധം സഹിച്ചവനെ തന്നെ ധ്യാനിച്ചു കൊള്ളുവിൻ. നമ്മുടെ ജീവിതത്തിലും ഈ കേൾക്കുമ്പോൾ ഇതൊക്കെ സഹിക്കണമെന്നൊക്കെ തോന്നും, കേൾക്കുമ്പോൾ പലരോട് ക്ഷമിക്കണമെന്നൊക്കെ തോന്നും, ഇങ്ങനെയൊക്കെ കേൾക്കുമ്പോൾ നമ്മൾക്കൊരു മാറ്റം ഉണ്ടാവണമെന്ന് തോന്നും. പക്ഷെ പലപ്പോഴും പറ്റില്ല. എന്താ കാര്യം? തളർന്നു പോകുമ്പോൾ ഹെബ്രായ ലേഖനം 12-ാം അധ്യായം 3-ാം വാക്യം നമ്മളോട് പറയാ, നിങ്ങളുടെ ഉള്ളിൽ ക്ഷീണിച്ചു മടുക്കാതെ ഇരുപ്പാൻ പാപികളാൽ തനിക്ക് നേരിട്ട വിരോധം സഹിച്ച ക്രിസ്തുവിനെ തന്നെ മുറുകെ പിടിക്കുക. ഈ ക്രിസ്തുവിനെ പിടിക്കുക എന്ന് പറയുമ്പോൾ നമുക്ക് വലിയ ഇഷ്ടമാണ്. നമുക്ക് പലപ്പോഴും ആരാണ് ക്രിസ്തു? തകർന്നിരിക്കുമ്പോൾ അപ്പനാണ് കർത്താവ്. ആരോരുമില്ലാതിരിക്കുമ്പോൾ അമ്മയെപ്പോലെ ആശ്വസിപ്പിക്കുന്നവനാണ്. എല്ലാവരും ഒറ്റപ്പെടുത്തുമ്പോൾ ആത്മസഖിയാണ്. വീഴാൻ നേരം എൻ്റെ കൈക്ക് പിടിക്കുന്ന ഉത്തമനായ സഖിയാണ്. പക്ഷെ നമുക്കൊരു ചിന്ത തിരിച്ച് ചിന്തിച്ച് നോക്കിയേ, അങ്ങനെയെങ്കിൽ ക്രിസ്തുവിന് എന്നെക്കുറിച്ചുള്ള ആഗ്രഹം എന്തായിരിക്കും? നമുക്ക് ക്രിസ്തുവിനെ കുറിച്ച് ഇങ്ങനെയാണെങ്കിൽ ക്രിസ്തുവിന് തീർച്ചയായിട്ടും നമ്മളെക്കുറിച്ചും. ഉദാഹരണം, നമ്മൾ നമ്മുടെ മക്കളെ ബാംഗ്ലൂരിലേക്ക് പഠിക്കാൻ വിട്ടു എന്ന് വിചാരിക്കുക. എവിടെയെങ്കിലും ആയിക്കോട്ടെ, നമ്മുടെ മക്കൾ പോയി. നമ്മളൊരു ദിവസം ആ കോളേജിൽ ചെല്ലുമ്പോൾ കാണുന്ന കാഴ്ച, നിങ്ങളുടെ കുഞ്ഞിൻ്റെ പേര് ഇവിടെ രജിസ്റ്ററിൽ ഉണ്ടെന്നേ ഉള്ളൂ, അവൻ ഈ കോളേജിൽ വരുന്നുമില്ല, അവൻ പഠിക്കുന്നുമില്ല, പരീക്ഷ എഴുതുന്നുമില്ല, അഥവാ എഴുതിയിട്ടുണ്ടെങ്കിൽ തന്നെ എല്ലാം തോറ്റു, ഇവിടെ അവനെ വേണ്ട എന്ന് പറയുമ്പോൾ അപ്പനായ അമ്മയായ നമുക്കുണ്ടാകുന്ന ആ ഒരു മാനസിക അവസ്ഥ എന്തായിരിക്കും? കടം വാങ്ങി ലോൺ എടുത്ത് പഠിക്കാനായി പറഞ്ഞു വിട്ടിട്ട് എൻ്റെ കുഞ്ഞ് എന്നോട് ഇങ്ങനെ ചെയ്യുന്നല്ലോ എന്നതാണ് ആദ്യം. എൻ്റെ മോനെ, നീ ഞങ്ങളോടിത്, എൻ്റെ മക്കളെ നീ ഞങ്ങളോടിത്. ഇത് തന്നെയാണ് സ്വർഗം ഭൂമിയോടും പറയുന്നത്. തൻ്റെ ഏകപുത്രനെ കടമായിട്ട് സ്വന്തം ജീവനെ തന്ന് വീണ്ടെടുത്ത നമ്മളെക്കുറിച്ച് നമ്മുടെ കർത്താവിനൊരു ആഗ്രഹമുണ്ട്, നമ്മുടെ കർത്താവിനൊരു ഉദ്ദേശമുണ്ട്. അത് സാക്ഷ്യം പറയുന്നുണ്ട് ഇയ്യോബിൻ്റെ പുസ്തകത്തിൽ നമ്മളെക്കുറിച്ച് ദൈവത്തിന് സാക്ഷ്യം പറയാൻ ഇഷ്ടമാണെന്ന് കാണാം. ഇയ്യോബിൻ്റെ പുസ്തകം 1-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യത്തിലും, ഇയ്യോബിൻ്റെ പുസ്തകം 1-ാം അധ്യായത്തിൻ്റെ 8-ാം വാക്യത്തിലും, ഇയ്യോബിൻ്റെ പുസ്തകം 2-ാം അധ്യായത്തിൻ്റെ 3-ാം വാക്യത്തിലും ഒരേ വാക്യം ആവർത്തിക്കുക. എന്താണ് ആ വാക്യം? ഒരു പുസ്തകം ആരംഭിക്കുന്നത് ഒരു പുരുഷനെ പറഞ്ഞുകൊണ്ടാണ്. യഹോവയാം ദൈവം അനുഗ്രഹിച്ച ഒരു പുരുഷൻ, ഊസ് ദേശത്ത് ഇയ്യോബ് എന്നൊരു പുരുഷനുണ്ടായിരുന്നു. അവൻ നേരുള്ളവനും നിഷ്കളങ്കനും നീതിമാനും ദൈവഭക്തനും ദോഷം വിട്ടകലുന്നവനുമാണെന്ന് ഒരു പുസ്തകം ആരംഭിക്കുകയാണ്. അതങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ 6-ാമത്തെ വാക്യമായ മുമ്പിൽ ഇങ്ങനെ പറയുന്നു, ഒരു ദിവസം സ്വർഗത്തിലൊരു സഭ കൂടി, ദൈവപുത്രന്മാരെല്ലാം അവിടെ വന്നു ചേർന്നു, സാത്താനും അവിടെ വന്നു ചേർന്നു. യഹോവയാം ദൈവം സാത്താനോട് ചോദിച്ചു, നീ എവിടെ നിന്ന് വരുന്നു? നീ എവിടെ നിന്ന് വരുന്നു? ഞാൻ ഭൂമിയിലെല്ലാം ഊടാടി സഞ്ചരിച്ചിട്ട് വരുന്നു. കൂടെ 8-ാമത്തെ വാക്യം ചോദിക്കുന്നുണ്ട്,
യഹോവ സാത്താനോട്, എൻ്റെ ദാസനായ ഇയ്യോബിന്മേൽ നീ ദൃഷ്ടി വെച്ചുവോ? എൻ്റെ ദാസനായ ഇയ്യോബിന്മേൽ നീ ദൃഷ്ടി വെച്ചുവോ? ചേർത്ത് പറയാ, എൻ്റെ ദാസനോ അവൻ നീതിമാനും നേരുള്ളവനും നിഷ്കളങ്കനും ദൈവഭക്തനും ഒക്കെയായ എൻ്റെ ഇയ്യോബിനെ നീ അവിടെ കണ്ടോ? അഭിമാനത്തോടെ ചോദിക്കുക. അപ്പം ഇവിടെ സാത്താൻ മറുപടി പറയുന്നൊരു മറുപടി ഉണ്ട്. എന്താണ്? നീ ഇയ്യോബിനും അവനുള്ള സകലത്തിനും അവൻ്റെ വസ്തുവകകൾക്കും അവൻ്റെ കന്നുകാലികൾക്കും അവൻ്റെ മക്കൾക്കുമെല്ലാം ചുറ്റും വേലി കെട്ടിയിരിക്കുന്നത് കൊണ്ട് അവൻ നല്ലവനാ. അതിൻ്റെ അർത്ഥം എന്താ? ക്ഷാമം കാലത്തല്ല, ക്ഷേമകാലത്ത് നമ്മളെല്ലാം നല്ലവരാ, അല്ലേ? സന്തോഷത്തോടെ ഇരിക്കുമ്പോൾ നമ്മളെല്ലാം ഭയങ്കര ഭക്തരാ. ദുഃഖം വരുമ്പോഴാണ് യഥാർത്ഥത്തിലുള്ള ഭക്തി ജീവിതം പുറത്തു വരുന്നത്. നമ്മൾ ഈ വിശ്വാസികളെ കണ്ടിട്ടുണ്ടോ? ഏറ്റവും കൂടുതൽ നിരാശ ആർക്കാന്നറിയോ? ഭയങ്കര പ്രാർത്ഥനയാണ്, പക്ഷെ ഒരു ചെറിയ കാര്യം വരുമ്പോഴത്തേക്ക് ആകാശത്തു നിന്ന് കൈവിട്ട് താഴേക്ക് വീഴുന്നത് പോലെയാണ് നമുക്ക് പിന്നെ എന്ത് ചെയ്യണമെന്ന് 2-3 പ്രാവശ്യമൊക്കെ നമ്മൾ മുകളിലോട്ട് നോക്കി പറയും, ആമേൻ കർത്താവേ, ഇപ്പോൾ നടക്കുന്നില്ലെന്ന് കണ്ടു കഴിയുമ്പോൾ നമ്മളെന്ത് ചെയ്യും? നമ്മുടെ വിധമൊക്കെ മാറും. ഇവിടെ ഇയ്യോബിനെ കുറിച്ച് തിരിച്ചു പറയാണ്, നീ അവന് ചുറ്റും വേലി കെട്ടിയിരിക്കുന്നത് കൊണ്ടാ. ഇവിടെ യഹോവയാൻ ദൈവം ചോദിച്ചതെന്താ? നീ അവൻ്റെ മേൽ ദൃഷ്ടി വെച്ചുവോ? നമ്മുടെ മേൽ ആർക്ക് ദൃഷ്ടിയുണ്ട്? സ്വർഗത്തിന് ദൃഷ്ടിയുണ്ട്, സാത്താനും ദൃഷ്ടിയുണ്ട്. നമ്മൾ പാടാറുണ്ടല്ലേ, ദൃഷ്ടി എൻ്റെ മേൽ വെച്ചിഷ്ടമായി, ദൃഷ്ടി എൻ്റെ മേൽ വെച്ചിഷ്ടമായി നോക്കുന്ന ദൈവത്തിനു സ്തോത്രം ഇന്നും എന്നേക്കും. എൻ്റെ ദൈവത്തിനു സ്തോത്രം ഇന്നും എന്നേക്കും. സാത്താൻ എൻ്റെ മേൽ ദൃഷ്ടി വെച്ചാലും എൻ്റെ ദൈവത്തിനും എൻ്റെ മേൽ ദൃഷ്ടിയുണ്ട്. ഇയ്യോബിനെ ഏൽപ്പിച്ചു കൊടുക്കുകയാണ് അവൻ്റെ വേലി പൊളിച്ചു കളയാൻ, അവൻ്റെ സകലതും പൊളിച്ചു കളയാൻ. ഇയ്യോബ് വാതിൽക്കൽ നിൽക്കുന്ന നേരത്ത് ഒരു ദൂതൻ വന്നിട്ട് പറയുകയാണ്, നിന്റെ കാളകളെയും കഴുതകളെയും ശെബായർ വന്ന് പിടിച്ചുകൊണ്ട് പോയി. പെട്ടെന്ന് തന്നെ അടുത്ത ദേശത്തു നിന്നൊരു ദൂതൻ വന്നിട്ട് പറയാണ്, ദൈവത്തിൻ്റെ തീ വന്ന് നിന്റെ ആടുകളെയും വേലക്കാരെയും കൊണ്ടുപോയി. വീണ്ടും മൂന്നാമത്തെ ദേശത്ത് നിന്ന് വന്ന് പറയാണ്, കൽദയർ വന്ന് നിന്റെ ഒട്ടകങ്ങളെയും വേലക്കാരെയും കൊണ്ടുപോയി. വിശുദ്ധ വേദപുസ്തകത്തിൽ ഇയ്യോബിൻ്റെ പുസ്തകം 1-ാം അധ്യായത്തിൻ്റെ 15, 16, 17 വാക്യമായപ്പോൾ ഇയ്യോബിൻ്റെ സ്വത്തുവകകളെല്ലാം അവന് നഷ്ടപ്പെടുക. 4-ാമത്തെ ദിക്കിൽ നിന്നൊരു ദൂതൻ ഓടി വന്നിട്ട് പറയുകയാണ്, ഭൂമിയിൽ നിന്നൊരു കൊടുങ്കാറ്റ് വന്ന് വീടിൻ്റെ 4 മൂലയിലും അടിച്ചു, നിന്റെ 10 മക്കളെയും അത് കൊന്നുകളഞ്ഞു. ഇയ്യോബ് സകലതും നഷ്ടപ്പെട്ടു എന്ന് പറയുമ്പം നമുക്ക് പ്രത്യേകിച്ച് ഒരു വികാരം ഉണ്ടാവില്ല. കാരണം നഷ്ടപ്പെട്ടത് ആരുടെയാ? നമ്മുടെയാണോ? നമ്മളൊന്ന് ചിന്തിച്ച് നോക്കിയേ, വീട് പൂട്ടിയിട്ട് താക്കോലെടുത്തായിരുന്നോ? ഉറപ്പാണോ? ഒന്നുകൂടെ ഒന്ന് ആലോചിച്ച് നോക്കിയേ. കള്ളന്മാരൊക്കെ ഉള്ളതാ, എടുത്തായിരുന്നോ? ചെറിയൊരു ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നില്ലേ? ഗ്യാസ് എപ്പോഴും ഓഫ് ചെയ്യാൻ മറന്നു പോകുന്നൊരു സ്വഭാവമുണ്ട്. ഓഫ് ചെയ്തെന്ന് ഉറപ്പാണോ? പോണ്ടി വരുമോ? എന്നാൽ പോട്ടെ. മോട്ടർ ഓഫ് ചെയ്ത് കാണോ? എന്നാൽ പിന്നെ കത്തിപ്പോയി കാണും. ഇപ്പോൾ ഒരു ചെറിയ ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നുണ്ടോ? അങ്ങനെയെങ്കിൽ ഒറ്റ ദിവസം കൊണ്ട് മുഴുവനും നഷ്ടപ്പെട്ടവൻ്റെ അവസ്ഥ ഒന്ന് ചിന്തിച്ചു നോക്കിക്കേ. എങ്കിലും എൻ്റെ ദൈവമേ എന്ന് പറഞ്ഞ് അവൻ മുട്ടുകുത്തി, യഹോവ തന്നു, യഹോവ എടുത്തു, യഹോവയുടെ നാമം. നമ്മളിത് പറയും എവിടെയാ? മരിച്ച വീട്ടിലൊക്കെ ചെന്ന് കഴിഞ്ഞ് വൈകിട്ട് ചെന്ന് സന്ധ്യയ്ക്ക് പാട്ടുപാടി, സന്ധ്യ നമസ്കാരം കഴിഞ്ഞു, 2 പാട്ടുപാടി വേദപുസ്തകം വായിച്ചു കഴിഞ്ഞ് എന്തെങ്കിലും ഒന്ന് പറഞ്ഞ് അവിടെ നിന്ന് എഴുന്നേറ്റ് പോരണ്ടേ? അപ്പം നമ്മൾ എന്ത് പറയും? യഹോവ തന്നു, യഹോവ എടുത്തു, എന്തോ ചെയ്യാനാ, നാളെ രാവിലെ വരാം, ഇല്ലേ? ബാക്കി നമ്മൾ എന്തോ പറയുന്നേ? ബാക്കി പാടാൻ നാളെ രാവിലെ. എന്നാൽ ഇയ്യോബിനെ സംബന്ധിച്ച് അങ്ങനെയല്ല. ഇയ്യോബ് അപ്പോഴും വിശ്വാസത്തിൽ ജ്വലിച്ചു നിന്നു. ജീവിതത്തിൻ്റെ ശോധനകളിലും വേദനകളും വിശ്വാസത്തിൽ ജ്വലിച്ചു നിൽക്കാൻ ഇയ്യോബിന് സാധിച്ചു. 2-ാം അധ്യായത്തിൻ്റെ 3-ാം വാക്യത്തിൽ ഇയ്യോബിനെ കുറിച്ച് വീണ്ടും സ്വർഗത്തിൽ സംസാരം ഉണ്ടാകുകയാണ്. 3-ാമത്തെ വാക്യത്തിൽ സാത്താനോട് യഹോവ ചോദിക്കുക, നീ എൻ്റെ ഇയ്യോബിന്മേൽ ദൃഷ്ടി വെച്ചോ? വീണ്ടും യഹോവ പറയാ, എൻ്റെ ദാസനോ അവൻ നേരുള്ളവനും നിഷ്കളങ്കനും നീതിമാനും ദോഷം വിട്ടകലുന്നവനുമാണ് എന്ന് വീണ്ടും ആവർത്തിക്കുകയാണ്. ജീവിതത്തിൻ്റെ പരീക്ഷണങ്ങളിൽ എൻ്റെ ദൈവത്തിന് എന്നെക്കുറിച്ച് സാക്ഷ്യം പറയാൻ ഈ പെരുന്നാൾ കൊണ്ട് സാധിക്കണം. ഏതവസ്ഥയിലും
എൻ്റെ വാക്കുകൾ, എൻ്റെ പ്രവൃത്തികൾ, എൻ്റെ സങ്കടങ്ങൾ, എൻ്റെ പിണക്കങ്ങൾ, ഇതിനെല്ലാം ഞാൻ എന്നെ തന്നെ ശോധന ചെയ്യുവാൻ ദൈവത്തിൻ്റെ വചനമേ എൻ്റെ ഉള്ളിലേക്ക് ഇറങ്ങണമേ. അതിനെന്തു ചെയ്യണം എന്നറിയാമോ? വിശുദ്ധന്മാരെ പോലെ അവസരങ്ങളെ അനുഗ്രഹങ്ങളാക്കി മാറ്റണം. അവസരങ്ങളെ അനുഗ്രഹങ്ങൾ. ജീവിതത്തിൻ്റെ പല അവസരങ്ങളിലും നമ്മൾ തകർന്നു പോകുന്നവരാണ്, നമ്മൾ തളർന്നു പോകുന്നവരാണ്. ഉൽപ്പത്തി പുസ്തകത്തിൽ 26-ാം അധ്യായം, വിശുദ്ധ വേദപുസ്തകത്തിൽ അനേക വിശുദ്ധന്മാരായ പിതാക്കന്മാരും വിശുദ്ധിമതികളും ഈ അവസരങ്ങളെ അനുഗ്രഹങ്ങളാക്കി മാറ്റിയവരാ. എന്നാൽ ഇവിടെ അബ്രഹാമും ഇസഹാക്കും യാക്കോബും എല്ലാം ഈ ഉൽപ്പത്തി പുസ്തകം 26-ാം അധ്യായം അബ്രഹാമിൻ്റെ മകനായ ഇസഹാക്കിനെ കുറിച്ചാണ് പറയുന്നത്. ഇസഹാക്ക് അബ്രഹാമിൻ്റെ കാലത്ത് മുൻപുണ്ടായതുപോലത്തെ ഒരു ക്ഷാമം വീണ്ടും ഉണ്ടാകുകയാണ്. ആ ക്ഷാമം ഉണ്ടായ സമയത്ത് ഇസഹാക്ക് ഓർത്തു, തൻ്റെ അപ്പനെ കുറിച്ച് ഓർത്തു. അപ്പനെ ക്ഷാമകാലത്ത് പോറ്റിയൊരു നമുക്കറിയാം അല്ലേ? ക്ഷാമകാലത്തെന്നെ ക്ഷേമമായി പോറ്റുന്ന, ക്ഷാമകാലത്തെന്നെ ക്ഷേമമായി പോറ്റുന്ന ദൈവത്തിനു ഇന്നും എന്നേക്കും. അപ്പനെ ക്ഷാമകാലത്ത് പോറ്റിയ ദൈവത്തിൻ്റെ മുൻപിൽ ഇസഹാക്ക് മുട്ടുമടക്കി. ആ ദേശത്തെക്കുറിച്ച് ദൈവം അവന് ചൂണ്ടിക്കാണിക്കുക. യഹോവയാം ദൈവം ഇസഹാക്കിനോട് പറയുകയാണ്, ഇസഹാക്കെ, നീ എഴുന്നേറ്റ് ഗെരാർ എന്ന ദേശത്തേക്ക് പോ. നീ മിസ്രൈമിലേക്ക് പോകരുത്. നീ എവിടേക്ക് പോകരുത്? മിസ്രൈമിലേക്ക് പോകരുത്. ഗെരാർ എന്ന ദേശത്തിലേക്ക് പോ. അവിടെ ഫെലിസ്തീനയുടെ ദേശമാണത്, അമാലേക്കിൻ്റെ ദേശമാണ്. ആ ദേശത്തേക്ക് നീ പോകുക. ആ ദേശത്ത് നീ പാർത്ത് വിശ്വസ്തത ആചരിക്കുക. 3-ാമത്തെ വാക്യത്തിൽ പറയുകയാണ്, 3 അനുഗ്രഹങ്ങൾ കൊടുക്കുകയാണ്. 1-ാമത്തെ അനുഗ്രഹം, നീ ഈ ദേശത്ത് താമസിക്കുക. 2, ഞാൻ നിന്നോട് കൂടെ ഇരുന്ന് ഈ ദേശത്ത് നിന്നെ അനുഗ്രഹിക്കും. 3-ാമത് പറയാ, നിനക്കും നിന്റെ സന്തതിക്കുമൊക്കെയും ഞാൻ ഈ ദേശം നൽകും. കൂടെ ചേർത്ത് പറയുകയാണ്, നിന്റെ പിതാവായ അബ്രഹാമിനോട് ഞാൻ സത്യം ചെയ്തത് ഈ ദേശത്ത് നിവർത്തിക്കും. ആകയാൽ പ്രിയമുള്ളവരെ, എനിക്കും നിങ്ങൾക്കും ഈ 3 അനുഗ്രഹങ്ങളാണ് വേണ്ടത്. 1, ഈ ദേശത്ത് സമാധാനത്തോടുകൂടി ജീവിക്കണം. 2, ഈ ദേശത്ത് നമ്മൾ അനുഗ്രഹിക്കപ്പെടണം. അല്ലേ? ഇന്നലെയേക്കാൾ കൂടുതൽ ഇന്ന് അനുഗ്രഹിക്കപ്പെട്ടവരല്ലേ നമ്മൾ? ഒരു 20 വർഷം പുറകോട്ടൊന്ന് ചിന്തിച്ചു നോക്കിക്കേ. ഇന്ന് ഈ വീട്ടിൽ കാണുന്നതെല്ലാം അന്നുണ്ടായിരുന്നോ? ഇന്ന് കാണുന്ന മെത്ത, ഇന്ന് കാണുന്ന മേശയിലെ ആഹാരങ്ങൾ, ഇന്ന് കാണുന്ന എൻ്റെ അലമാരിയിലെ വസ്ത്രങ്ങൾ, ഇന്ന് കാണുന്നത് എന്തെങ്കിലും ഒരു 20 വർഷം മുൻപുണ്ടായിരുന്നോ? ഞാൻ നിന്നെ ഈ ദേശത്ത് അനുഗ്രഹിക്കും. 3, ഞാൻ നിന്റെ തലമുറയെയും ഈ ദേശത്ത് അനുഗ്രഹിക്കും. നമ്മുടെയും വലിയ ആഗ്രഹം അതാണ്. നമ്മുടെ തലമുറകളൊന്നും ഇന്നത്തെ അനർത്ഥമുള്ള ഈ ലോകത്തിൽ, കർത്താവേ, നീ തന്ന തലമുറകൾ നഷ്ടപ്പെട്ടു പോകരുതേ. കൂടെ ചേർത്ത് പറയുന്നുണ്ട്, ഇത് നിന്റെ പിതാവായ അബ്രഹാമിനോട് ഞാൻ സത്യം ചെയ്തത് നിവർത്തിച്ചതാണ്. അപ്പം നമ്മൾ ഇന്ന് അനുഭവിക്കുന്ന ഈ വീടും, നമ്മൾ ഇന്ന് ഈ അനുഭവിക്കുന്ന കാറും, നമ്മൾ ഇന്ന് ഈ അനുഭവിക്കുന്ന ആഹാരവും, നമ്മൾ ഈ അനുഭവിക്കുന്ന പ്രൗഢിയും എല്ലാം ആർക്ക് കൊടുത്ത വാഗ്ദത്തമാണ്? ഈ ദേശത്ത് പാർത്ത് വിശ്വസ്തത ആചരിച്ച് കണ്ണുനീരോടുകൂടി പ്രാർത്ഥിച്ച നല്ല അപ്പന്മാരുടെയും അമ്മമാരുടെയും പ്രാർത്ഥനയുടെ പലിശയാണ് നമ്മൾ ഇന്ന് അനുഭവിക്കുന്നത്. നമ്മൾ ഓരോന്നും എടുക്കുമ്പോൾ പറയാറില്ലേ, ഇത് ഞാൻ കഷ്ടപ്പെട്ട് നമ്മളൊന്ന് വെറുതെ എണ്ണണം. ഒരു ദിവസം ഈ ഞാൻ എന്ന വാക്ക്, ഞാൻ ആരുണ്ടാക്കിയതാ? ഞാൻ അല്ല. ഇന്ന് നമ്മൾ അനുഭവിക്കുന്ന സകലതും മുന്നേ ജീവിച്ചിരുന്ന പിതാക്കന്മാരുടെ പ്രാർത്ഥനയുടെ പലിശ. അപ്പൊ തിരിച്ചൊരു ചോദ്യമുണ്ട്, നാളെയുടെ തലമുറയ്ക്ക് വേണ്ടി എന്ത് അനുഗ്രഹങ്ങളാണ് നമ്മൾ കരുതി വെച്ചിട്ടുള്ളത്? അബ്രഹാമിൻ്റെ പ്രവൃത്തി ഇസഹാക്കിന് അനുഗ്രഹമായതുപോലെ പ്രിയമുള്ളവരെ, എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൻ്റെ അവസരങ്ങളിൽ നമ്മുടെ തലമുറയ്ക്ക് നമ്മുടെ പ്രവൃത്തി അനുഗ്രഹമായി മാറട്ടെ. തിരിച്ച് ഇസഹാക്കിലേക്ക് വരാം. ഇസഹാക്ക് ആ ദേശത്ത് പാർത്തു, അമാലേക്ക് കൃഷി ചെയ്യാൻ ഇടം കൊടുത്തു, ആ ദേശത്ത് വിതച്ചു, 100 മേനി കൊയ്തു. 15-16 വാക്യങ്ങളിൽ പറയുന്നു, ആടുകളും മാടുകളും കന്നുകാലികളും എല്ലാമായിട്ട് ഇസഹാക്ക് ആ ദേശത്ത് വർദ്ധിച്ചു വന്നു. വർദ്ധിച്ചു എന്നല്ല, വർദ്ധിച്ചു വന്നു. ഇത് കണ്ടപ്പോൾ ആ ദേശത്തുള്ളവർക്ക് ഇസഹാക്കിനോട് അസൂയ തോന്നി. അവരെന്ത് ചെയ്തെന്നറിയാമോ? ഇസഹാക്ക് കൃഷി ചെയ്യാൻ ഉപയോഗിച്ചിരുന്ന കിണറ് മണ്ണിട്ട് മൂടിക്കളഞ്ഞു. ഇസഹാക്ക് ഒന്നും മിണ്ടിയില്ല. അടുത്ത ദേശത്തേക്ക് പോയപ്പോൾ ആട്ടിടയന്മാർ അവനെ അവിടെ നിന്ന് ഓടിച്ചു വിട്ടു.
മൂന്നാമത് അടുത്ത ദേശത്തേക്ക് പോയി. അടുത്ത ദേശത്ത് നിന്ന് അബ്രഹാം കുഴിച്ച കിണറിൽ നിന്ന് വെള്ളം കൊടുക്കാതെ വീണ്ടും ആട്ടിടയന്മാർ ഇസഹാക്കിനെ അവിടെ നിന്ന് ഒരു ഭക്തനായ മനുഷ്യൻ, ദൈവത്തോട് ആലോചന ചോദിച്ച മനുഷ്യൻ, ജീവിതത്തിൽ പരീക്ഷണങ്ങൾ മാത്രം നേരിട്ടുകൊണ്ടിരിക്കുക. ഇസഹാക്ക് തളർന്നു പോയില്ല. കാരണം എന്താണെന്നറിയാമോ? മൂടിയ കിണറിലേക്ക് നോക്കിയല്ല ഇസഹാക്ക് കരഞ്ഞത്. തന്നെ ഓടിച്ച് നിന്ദിച്ചു പരിഹസിച്ചു വിട്ടവരെന്നല്ല ഇസഹാക്ക് കരഞ്ഞത്. ഇസഹാക്കിനെ അവകാശം കൊടുക്കാതെ മാറ്റി നിർത്തിയ ആ ആട്ടിടയന്മാരെ നോക്കിയല്ല ഇസഹാക്ക് കരഞ്ഞത്. പിന്നെ ഇസഹാക്ക് കരഞ്ഞതോ ജീവനുള്ള ദൈവത്തെ നോക്കിയ. ഇന്നത്തെ ജീവിതത്തിന്റെ കഷ്ടങ്ങളെ ഓർത്ത് കരഞ്ഞിട്ട് കാര്യമില്ല. മൂടപ്പെട്ട കിണറുകളെ നോക്കിയിട്ട് കരഞ്ഞിട്ട് കാര്യമില്ല. എന്തെല്ലാം പ്രശ്നങ്ങളാണെന്ന് പറഞ്ഞ് പദം പെറുക്കിയിട്ട് കാര്യമില്ല. മറിച്ച് നമ്മുടെ മക്കളുടെ മുൻപിൽ നമുക്ക് പറയാൻ സാധിക്കണം, പ്രശ്നങ്ങളെ ഞങ്ങൾക്കൊരു ദൈവമുണ്ട് എന്ന് പറയുവത്തക്കവണ്ണം വിശ്വാസം ഏത് പ്രശ്നത്തിലും പിടിച്ചു നിൽക്കാൻ പുതിയ തലമുറയ്ക്ക് സാധിക്കും. എൻ്റെ ജീവിതത്തിലെ പ്രശ്നങ്ങളൊക്കെ ദൈവം അറിയാതെ വരുന്നതല്ല. ഈ പ്രതിസന്ധികൾ ജീവിതത്തിൽ 3 തരമാണ് കേട്ടോ. ഒന്നാമത്തെ പ്രതിസന്ധി എന്തെന്നറിയോ? എൻ്റെ കർത്താവ് അറിഞ്ഞുകൊണ്ട് എനിക്ക് ഇല്ലേ ഇയ്യോബിന്റെ വേലി പൊളിക്കുവാൻ ഏൽപ്പിച്ചതുപോലെ ചില സമയത്ത് എൻ്റെ വിശ്വാസത്തെ ഒന്ന് ശോധന ചെയ്യുവാൻ, അല്ലെങ്കിൽ എന്നെ തന്നെ ഒന്ന് ചെത്തി വെടിപ്പാക്കുവാൻ, അല്ലെങ്കിൽ സ്വർണം പോലെ എന്നെ ഒന്ന് വിശുദ്ധീകരിക്കാൻ ചില കഷ്ടങ്ങൾ. ഒരിക്കൽ ഒരു മനുഷ്യൻ വെയിൽ ഉച്ചിയിലടിച്ചപ്പോൾ അയാൾ കണ്ണു തുറന്നു. അയാൾ പെട്ടെന്ന് മനസ്സിലാക്കുകയാണ് അയാൾ ഒരു മണൽ പരപ്പിൽ കിടക്കുക. ഈ മണൽ പരപ്പിൽ കിടക്കാൻ കാരണം അയാൾ ഇങ്ങനെ ഓർക്കുകയാണ്. പെട്ടെന്ന് അയാൾ ചിന്തിക്കുകയാണ്, തലേ ദിവസം അയാൾ സഞ്ചരിച്ചിരുന്ന കപ്പൽ ഛേദിക്കപ്പെട്ടു. ഈ കപ്പലിലുണ്ടായിരുന്നവർ പലരും ചിതറിപ്പോയി. അയാൾ തൻ്റെ പ്രാണൻ രക്ഷിക്കാൻ എങ്ങനെയൊക്കെയോ നീന്തി എവിടെയോ കയറി. അയാൾ കുഴഞ്ഞ് അവിടെ കിടന്ന് ഉറങ്ങിപ്പോയി. ചാടി എഴുന്നേറ്റ് അയാൾ ആ യാഥാർത്ഥ്യം മനസ്സിലാക്കി, ഈ ദ്വീപിൽ ഞാൻ ഒറ്റയ്ക്കാണ്. അയാൾ ചാടി എഴുന്നേറ്റ് ഉറക്കെ വിളിച്ചു. ആരും അയാളെ സഹായിക്കാൻ വന്നില്ല. വീണ്ടും വീണ്ടും അയാൾ ഉറക്കെ വിളിച്ചു. ആരും അയാളെ രക്ഷിക്കാനും വന്നില്ല. അയാൾക്ക് മനസ്സിലായി ഇത് മനുഷ്യവാസമില്ലാത്ത സ്ഥലമാണ്. അയാൾക്ക് കാട്ടുമൃഗങ്ങളെക്കുറിച്ച് പേടിയുണ്ടായി. അയാൾ അവിടെയെല്ലാം ഓടി നടന്നു. അവിടെ ഉണ്ടായിരുന്ന കായ്കനികളൊക്കെ ഭക്ഷിച്ച് അയാളുടെ വിശപ്പടക്കി. വീണ്ടും അയാൾ ഓടി നടന്നു. അയാൾക്ക് മനസ്സിലായി സന്ധ്യ ഇങ്ങെത്തും, തണുപ്പ് അതികലശലാകും, താൻ എന്തു ചെയ്യും? അയാൾ ഓടി നടന്ന് അവിടെയുള്ള വിറകുകളെല്ലാം പെറുക്കി ഒരു ചെറിയ കുടിലുണ്ടാക്കി. ഈ കുടിലൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞപ്പോൾ അയാൾക്ക് വല്ലാതെ തണുത്തു തുടങ്ങി. അയാൾ 2 പാറക്കല്ലുകൾ ഉരച്ച് തീ ഉണ്ടാക്കി. വിറകുകൾ കൂട്ടിയിട്ട് തീ കാഞ്ഞു. അയാൾ അകത്തേക്ക് കയറി. രാത്രിയായപ്പോൾ സങ്കടത്തോടുകൂടി ഭയങ്കരമായി അയാൾ മുട്ടുമടക്കി ഇരുന്ന് കരഞ്ഞു. അയാൾ ഓർത്തു, എനിക്ക് ഈ വിധി വന്നല്ലോ, ഞാനിങ്ങനെ ഒരു കഷ്ടത്തിൽ ചെന്ന് പെട്ടല്ലോ. ഇങ്ങനെ പറഞ്ഞ് കരഞ്ഞ് അയാൾ ഉറങ്ങിപ്പോയി. ഭയങ്കരമായ ചൂട്, ഭയങ്കരമായ പ്രകാശം കണ്ട് അയാൾ ഞെട്ടി ഉണർന്നു. അയാൾ ഉണരുമ്പോൾ കണ്ട കാഴ്ച, ഈ തീപ്പൊരി തെറിച്ച് താൽക്കാലികമായിട്ട് ഇയാൾ ഉണ്ടാക്കിയ ആ ചെറിയ വിറകുകൾ വെച്ചുള്ള കുടിലിന് തീ പിടിച്ചു. ഈ തീ പിടിച്ചതുകൊണ്ട് അയാളുടെ കുടില് ആ രാത്രിയിൽ വെന്തു പോകുകയാണ്. അത്രയും നേരമൊക്കെ അയാൾ മുട്ടുമടക്കി പ്രാർത്ഥിക്കുകയും കരയുകയും ചെയ്തു. ഇപ്പോൾ അയാളുടെ തലയിൽ 2 കൈ കൊണ്ടും അടിച്ചു. പൂഴിമണ്ണ് വാരി തലയിലേക്ക് ഇട്ടു. എന്നിട്ട് പറഞ്ഞു, ഞാൻ ഇത്ര നശിച്ച മനുഷ്യൻ, ദൈവമേ, നീ എന്ന് പറയുന്ന ഒരുവനുണ്ടോ? നീ എൻ്റെ സങ്കടം കാണുന്നുണ്ടോ? ഇങ്ങനെ പറഞ്ഞ് കരഞ്ഞ് ദൈവത്തെയും തന്നെയും തൻ്റെ ഭവനത്തെയും ഒക്കെ ഓർത്ത് അയാൾ ഇങ്ങനെ ഉറക്ക കരയാണ്. അങ്ങനെ സൂര്യൻ കിഴക്ക് ചക്രവാളത്തിൽ ഉദിച്ചപ്പോൾ ഒരു ചെറിയ വെളിച്ചം അവിടെ നിന്ന് ഇങ്ങോട്ട് വരികയാണ്. അത് അടുക്കും തോറും വലിയ 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 രൂപമായിക്കൊണ്ടിരുന്നു. അതൊരു കപ്പലാണ്. കപ്പലിനെ കണ്ടപ്പോൾ ഇയാൾ ഓടി ആ തീരത്തേക്ക് അടുത്ത് ചെല്ലുകയാണ്. കപ്പലിൽ നിന്ന് കപ്പിത്താൻ ചാടി ഇറങ്ങി. അയാളോട് ചോദിച്ചു, താൻ എങ്ങനെയാണ് ഇവിടെ വന്ന് പെട്ടത്? അയാൾ കാര്യങ്ങളൊക്കെ പറഞ്ഞു. തിരിച്ച് ഇയാൾ കപ്പിത്താനോട് ചോദിച്ചു, നിങ്ങൾ എങ്ങനെയാണ് ഇവിടെ വന്ന് പെട്ടത്? കപ്പിത്താൻ പറഞ്ഞു, ഇന്നലെ രാത്രിയിൽ ഈ ദ്വീപിൽ നിന്ന് ഉയരത്തിലേക്ക് പുക പറക്കുന്നതായും അതോടൊപ്പം തന്നെ തീ കത്തുന്നതായിട്ടും ദൂരെ നിന്ന് ഞങ്ങൾ കണ്ടു. അതുകൊണ്ട് ഇവിടെ ആരോ ആവശ്യക്കാരനുണ്ട് എന്ന് ഞങ്ങൾ മനസ്സിലായി. മനുഷ്യവാസമില്ല എങ്കിലും ഇവിടെ ആരോ ഒറ്റപ്പെട്ടിട്ടുള്ളത് കൊണ്ട് ആ ആളിനെ കണ്ടുപിടിക്കാനായി ഞങ്ങൾ വന്നതാണ് എന്ന്. പ്രിയമുള്ളവരെ, അയാളുടെ ജീവിതത്തിൽ അയാൾ ആശ്രയിച്ചിരുന്ന ആ കുടില് കത്തിപ്പോയപ്പോൾ അയാൾ ദൈവത്തെ തള്ളിപ്പറഞ്ഞു.
അയാൾ തകർന്നു പോയി എന്ന് വിചാരിച്ചു. പക്ഷേ ആ കുടില് കത്തിപ്പോയത് കൊണ്ട് മാത്രമാണ് പുകയുണ്ടായത്. ആ പുകയുണ്ടായത് കൊണ്ട് മാത്രമാണ് ആ ദൂരെ നിന്ന് കപ്പൽക്കാർ ഇത് കണ്ടത്. അതുകൊണ്ട് മാത്രമാണ് അവർ രക്ഷാപ്രവർത്തനത്തിന് വന്നത്. ഇന്ന് ഞാനും നിങ്ങളുമൊക്കെ ജീവിതത്തിൽ അനുഭവിക്കുന്ന പല കഷ്ടങ്ങളും നമ്മൾ ഓർക്കും നമ്മളെ തകർത്ത് കളയാനാണെന്ന്. ഇസഹാക്ക് നമ്മളോട് പറയുക, ഇല്ല. ഇസഹാക്കിന് ധൈര്യമുണ്ടായി. കാരണം എന്താണെന്നറിയാമോ? ഹി വാസ് എ മാൻ ഓഫ് പേഴ്സണൽ പ്രയർ. വ്യക്തിപരമായി ദൈവത്തോട് ബന്ധമുണ്ടായിരുന്നു. സത്യമായും ദൈവത്തോട് ബന്ധമുണ്ടെങ്കിൽ ജീവിതത്തിൻ്റെ പ്രശ്നങ്ങളൊന്നും നമ്മളെ തകർത്ത് കളയുകയില്ല. നമ്മൾ പലപ്പോഴും ചിന്തിക്കും, പ്രാർത്ഥിക്കുന്നവനും പ്രാർത്ഥിക്കാത്തവനും ഒക്കെ ഒരേ ഗതിയാണ്, പിന്നെ എന്തിനാ ഞങ്ങൾ ഈ കിടന്ന്? വ്യത്യാസം എവിടെയാണെന്നറിയാമോ? പ്രാർത്ഥിക്കാത്തവൻ ജീവിതത്തിൻ്റെ ഒറ്റപ്പെടലുകളിൽ, ജീവിതത്തിൻ്റെ ദ്വീപുകളിൽ ഒറ്റപ്പെട്ടു പോകും. എന്നാൽ ഭക്തനായവൻ ജീവിതത്തിൻ്റെ തകർച്ചയിൽ അവനെ നെഞ്ചോട് ചേർത്ത് പിടിക്കുന്ന ക്രിസ്തുവിൻ്റെ നെഞ്ചിടിപ്പ് കേൾക്കും. അവൻ ആശ്രയിക്കാൻ ഒരു ദൈവമുണ്ട് എന്നതാണ് എൻ്റെ ജീവിതത്തിൻ്റെ ബലമെന്ന് നമ്മളെ പലപ്പോഴും പഠിപ്പിച്ചത് ജീവിതത്തിൻ്റെ കഷ്ടങ്ങളല്ലേ. അതുകൊണ്ട് നാം എന്തു ചെയ്യണം? വ്യക്തിപരമായ പ്രാർത്ഥനയിൽ ദൈവത്തോട് ചേർന്നിരിക്കണം. നമ്മളുടെ മക്കളുടെ മുൻപിൽ വ്യക്തിപരമായ പ്രാർത്ഥനയിൽ എനിക്കും നിങ്ങൾക്കും മാതൃകയുള്ളവരാകാൻ സാധിക്കണം. തിരിച്ച് ഇസഹാക്കിലേക്ക് വരാം. ഇസഹാക്ക് ഉൽപ്പത്തി പുസ്തകം 26-ാം അധ്യായത്തിൻ്റെ 22-ാം വാക്യം. ഇസഹാക്ക് നാലാമതും അടുത്ത ദേശത്തേക്ക് ചെല്ലുകയാണ്. അടുത്ത ദേശത്തേക്ക് ചെന്നു. ആരും അവനെ അവിടെ നിന്ന് ഓടിച്ചു വിട്ടില്ല. അവൻ അവിടെ ഒരു കിണർ കുഴിച്ചു. ആ കിണറിന് രഹോബോത്ത് എന്ന് പേരിട്ടു. എന്ത് പേരിട്ടു? രഹോബോത്ത് എന്ന് പേരിട്ടു. ഈ രഹോബോത്ത് എന്ന് പറഞ്ഞാൽ ആരും എന്നെ ഇവിടെ നിന്ന് പറഞ്ഞു വിടാത്തത് കൊണ്ടാണ് രഹോബോത്ത്. അങ്ങനെയെങ്കിൽ പ്രിയമുള്ളവരെ, നമ്മളെല്ലാവരും രഹോബോത്തിൻ്റെ അനുഭവത്തിലാണ് അല്ലേ? ഈ ദേശത്ത് സമൃദ്ധിയുടെ അനുഭവത്തിലാണ്, സന്തോഷത്തിൻ്റെ അനുഭവത്തിലാണ്. ഇസഹാക്ക് എന്താ ചെയ്തതെന്നറിയാമോ? ഇസഹാക്ക് മുട്ടുമടക്കി ദൈവസന്നിധിയിൽ ഇരുന്നു. ഇവിടെ പറയുകയാണ്, അന്ന് രാത്രിയിൽ ഇസഹാക്ക് ദൈവത്തോട് സംസാരിച്ചു. 24-ാം വാക്യത്തിൽ പറയാണ്, നീ ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ടെന്നുള്ള ദൈവത്തിൻ്റെ ശബ്ദം കേട്ടു. ഈ ശബ്ദം കേട്ട് എഴുന്നേറ്റ് ഇസഹാക്ക് യാഗപീഠം പണിതു. യാഗപീഠം പണിത് ദൈവത്തെ ആരാധിച്ചു. യാഗപീഠം പണിത് ദൈവത്തെ ആരാധിച്ച് ഇസഹാക്ക് പിറ്റേ ദിവസം കാണുന്ന കാഴ്ച, ഇതാ ശത്രുക്കൾ അവനെ അന്വേഷിച്ച് വരിക. കിണർ മൂടിയവര്, തള്ളിക്കളഞ്ഞവര്, നിന്ദിച്ചവര്, ഓടിച്ചു വിട്ടവര് ഒക്കെ ഇവനെ അന്വേഷിച്ച് വരിക. ഇവനെ അന്വേഷിച്ച് വരുന്നത് കണ്ടപ്പോൾ ഇസഹാക്ക് ചോദിച്ചു, നിങ്ങൾക്കെന്നെ ഉപദ്രവിച്ച് മതിയായില്ലേ? അതിന് മറുപടിയായിട്ട് ഏതൊരു ക്രിസ്ത്യാനിയുടെയും ജീവിതത്തിൻ്റെ സാക്ഷ്യമാണ് ആ ശത്രുക്കൾ പറഞ്ഞ മറുപടി. 26-ാം അധ്യായത്തിൻ്റെ 28-ാമത്തെ വാക്യം. ഉൽപ്പത്തി പുസ്തകം 26-ാം അധ്യായത്തിൻ്റെ 28-ാം വാക്യത്തിൽ ശത്രുക്കൾ പറയുകയാണ്, യഹോവ നിന്നോട് കൂടെ ഉണ്ട് എന്ന് ഞങ്ങൾ സ്പഷ്ടമായി കണ്ടു. നമ്മൾ പലപ്പോഴും ഇത് പറയാറുണ്ട്. എപ്പോഴാ? ദേഷ്യം വരുമ്പം അല്ലേ? ദൈവം എന്ന് പറഞ്ഞ ഒരുത്തനുണ്ടെന്ന്, അല്ലെങ്കിൽ കണ്ടോ? അടുത്ത പെരുന്നാളിന് മുൻപ് കണ്ടോ? അല്ലേ? നമ്മളിങ്ങനെയൊക്കെ വെല്ലുവിളിക്കാറുണ്ട്. നമ്മളല്ല ഇത് വെല്ലുവിളിക്കേണ്ടത്. നമ്മളെ പകയ്ക്കുന്നവൻ, നമ്മളെ ദുഷിക്കുന്നവൻ, നമ്മളെ നിന്ദിക്കുന്നവൻ, നമ്മുടെ ശത്രുവായവൻ യഹോവ നിന്നോട് കൂടെ ഉണ്ട് എന്ന് ഞങ്ങൾ സ്പഷ്ടമായി കണ്ടു എന്ന് പറയണം. അത് കാരണം ദൈവത്തിൻ്റെ യാഗപീഠത്തോട് ചേർന്നിരുന്നവനായിരുന്നു. അങ്ങനെയെങ്കിൽ പ്രിയമുള്ളവരെ, ദൈവത്തോട് കുടുംബമായിട്ട് ഏതവസ്ഥയിലും ചേർന്നിരിക്കാൻ എൻ്റെയും നിങ്ങളുടെയും കുടുംബ പ്രാർത്ഥനകൾ എങ്ങനെയാണ്? കുടുംബ പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഏകദേശമൊക്കെ സിംഗിൾ സോങ് ആയിട്ട് ഓരോ മുറിയിലിരുന്ന് പാടുക അല്ലേ? ഞാൻ പ്രാർത്ഥിച്ചു, നിങ്ങളും പ്രാർത്ഥിച്ചോ? പ്രായമുള്ള പലരും ഈ ടി വിയുടെ സമയം അഡ്ജസ്റ്റ് ചെയ്ത് അവരെന്ത് ചെയ്യും? കുറച്ചു നേരമൊക്കെ വിളിക്കും, ആരെങ്കിലുമൊക്കെ പ്രാർത്ഥിക്കാൻ വരുന്നുണ്ടോ എന്ന്. ഈ പിള്ളേരിങ്ങനെ കറങ്ങി വരാൻ ലേറ്റാവും. അപ്പോൾ അതുകൊണ്ട് എന്ത് ചെയ്യും? ഇരിക്കുന്നിടത്തിരുന്ന് ഞാൻ പ്രാർത്ഥിച്ചു. ഇനി പിള്ളേരെ നിങ്ങളങ്ങ് ഇതിൻ്റെ പേരാണോ കുടുംബ പ്രാർത്ഥന? കുടുംബമായി ഒരേ പായിൽ പണ്ടൊന്നും ഇല്ലായ്മയുടെ കാലത്തും ചാണകം മെഴുകിയ തറയും ഓലമേഞ്ഞ വീടും ഉള്ളപ്പോഴും എല്ലാ ക്രിസ്തീയ ഭവനത്തിലും കീറിയ ഒരു പായുണ്ടായിരുന്നു. അപ്പനും അമ്മയും മക്കളും എല്ലാം ചേർന്നിരുന്ന് പാടുന്ന പ്രാർത്ഥിക്കുന്ന ആ പ്രാർത്ഥിക്കാനായിട്ടിരിക്കുന്ന സമയത്ത് എന്തൊക്കെയോ കാണാതെ പറയുന്ന അപ്പനെയും അമ്മയും, എന്തൊക്കെയോ കാണാതെ ചൊല്ലുന്ന അപ്പനെയും അമ്മയും കണ്ടു വളരേണ്ട സ്ഥലമല്ല കുടുംബ പ്രാർത്ഥനയുടെ സ്ഥലം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ എന്ന് കൈകൾ മലർത്തുമ്പോൾ സ്വർഗത്തിലിരിക്കുന്ന പിതാവാം ദൈവത്തെ കാണുന്ന അപ്പൻ്റെ കണ്ണിൻ്റെ തിളക്കം കണ്ടു വേണം മക്കൾ പ്രാർത്ഥിക്കാനിരിക്കാൻ.
അമ്മയുടെ കണ്ണിൻ്റെ തിളക്കം സ്വർഗസ്ഥനായ പിതാവിനെ കാണുന്ന ആ ഭയവും സ്നേഹവും തലമുറ കണ്ട് ദൈവത്തെ അറിയണം. അന്നു വേണ്ടുന്ന ആഹാരം ഞങ്ങൾക്ക് തരണമേ എന്ന് പ്രാർത്ഥിക്കുമ്പോൾ നമുക്ക് വേണ്ടി ജീവന്റെ അപ്പമായി മുറിക്കപ്പെട്ട ക്രിസ്തുവിനെ കാണാൻ കണ്ണുനീരോടുകൂടി കാണുന്ന അപ്പനെയും അമ്മയും കുടുംബത്തിൽ മക്കൾ കാണണം. ഞങ്ങളെ പരീക്ഷയിൽ പ്രവേശിപ്പിക്കരുതേ എന്ന് പ്രാർത്ഥിക്കുമ്പോൾ ജീവിതത്തിൻ്റെ പരീക്ഷണങ്ങളെ അതിജീവിക്കാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് വേണമെന്ന് ആ കുടുംബ പ്രാർത്ഥനയിൽ നമ്മുടെ മക്കൾ പഠിക്കുക. ഇങ്ങനെയാണ് നമ്മളൊക്കെ നമ്മുടെ ബാല്യത്തിൽ പഠിച്ചത്. അല്ലാതെ നമ്മുടെ മാതാപിതാക്കൾ ആരും തിയോളജിയിലൊന്നും ഡോക്ടറേറ്റ് ഉള്ളവരൊന്നും ആയിരുന്നില്ല. എന്നാൽ കരുണയുള്ള ദൈവമേ നിന്റെ വാതിലിൽ എന്ന് പറയുമ്പോൾ സ്വർഗീയ സിംഹാസനത്തിൽ മുൻപിൽ കണ്ണുനീരോടുകൂടി ആവശ്യബോധത്തോടുകൂടി നിൽക്കുന്ന, എന്നാൽ നമ്മൾ ഇന്ന് പല മുറിയിലിരുന്ന് പലയിടത്തിരുന്ന് മുക്കിയും മൂളിയുമാണ് നമ്മുടെ മക്കളുടെ മുൻപിൽ നമ്മുടെ സൗകര്യത്തിന് വേണ്ടി നമ്മുടെ പ്രാർത്ഥനയുടെ സമയം ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യുമ്പോൾ നമ്മുടെ കുഞ്ഞുങ്ങൾ ഓർക്കും കർത്താവ് മാത്രം എല്ലാവർക്കും വേണ്ടി അഡ്ജസ്റ്റ് ചെയ്യാനുള്ളവനാണ്. വീണ്ടും ഇസഹാക്കിലേക്ക് വരാം. ഇസഹാക്ക് ആ ദേശത്ത് ഉറച്ചപ്പോൾ യാഗപീഠം പണിതു. ഇവിടെ ഈ പെരുന്നാളൊക്കെ നമുക്ക് വലിയ ഇഷ്ടമാണ്, റാസയൊക്കെ നമുക്ക് ഇഷ്ടമാണ്, ഈ നിറവും വെളിച്ചവും കൊട്ടും പാട്ടും ഒക്കെ നമുക്ക് ഇഷ്ടമാണ്. എന്നാൽ ആരാധനയിലുള്ള എൻ്റെ പങ്കാളിത്തം എങ്ങനെയാ, എൻ്റെ മക്കളുടെ പങ്കാളിത്തം എങ്ങനെയാ? പലപ്പോഴും ആരാധനയുടെ സമയത്ത് ഞാൻ എപ്പോഴാണ് ആരാധനയ്ക്കായിട്ട് ഇവിടേക്ക് വരുന്നത്? പരിശുദ്ധ കുർബാന ആരംഭിക്കുന്നതിന് മുൻപ് നമസ്കാരത്തിന്റെ സമയത്ത് ജിജോ അച്ഛൻ ഇവിടെ നിന്ന് പാടും, നിഷ്ഠയിൽ നിന്നെ പെറ്റ പാവന കന്യകയോടൊപ്പം നാഥാദേവ നൽകുക യോഗ്യത നിൻ സ്തുതി പാടാൻ. നിഷ്ഠയോടെ നിന്നെ പ്രസവിച്ച അമ്മയോടൊപ്പം. അതിനർത്ഥം ആര് വന്നിട്ടുണ്ട്? പരിശുദ്ധ അമ്മ തിരിഞ്ഞു നോക്കും, ശുശ്രൂഷക്കാരൻ മാത്രം വന്ന് കുപ്പായ ഇട്ടിട്ടുണ്ട്. പിന്നെ മുന്നം നിന്നെ ആഗമനം അറിയിച്ച, കർത്താവിൻ്റെ വരവിനെ അറിയിച്ച നിബിയന്മാരും സ്ലീയന്മാരും പ്രവാചകന്മാരോടും ഒപ്പം എന്ന് പറയുമ്പോൾ 2 പിള്ളേർ വന്നിട്ടുണ്ടായിരിക്കും, ഇല്ലേ? അത് കഴിഞ്ഞ് മഹിതന്മാർ ബസേലിയോസ് ഗ്രിഗോറിയോസ് ഇവരൊപ്പം ജീവിച്ചു മരിച്ച വിശുദ്ധന്മാരോടൊപ്പം 4 ആൻറ്റിമാരിവിടെ കാണും. ഗതി കെട്ടിട്ട് അച്ഛൻ ഒടുവെ പാടും, ഉജ്ജ്വല ദീപമെടുത്തോരഞ്ചറിവേറിയ നാരികളൊപ്പം. എന്താ കാര്യം? ബുദ്ധിയുള്ള കന്യകമാർ. ഈ ദേശത്ത് ആരെങ്കിലും ബുദ്ധി ഉണ്ടെങ്കിൽ അവർ വന്നു കാണുമെന്ന് പറഞ്ഞ് അച്ഛൻ തിരിഞ്ഞു. പിന്നെ അച്ഛൻ തിരിയത്തേ ഇല്ല. നമ്മുടെയും പരാതി അതൊക്കെയാണ്. അച്ഛൻ അന്നേരം അങ്ങ് കയറി അങ്ങ് പോകും. ഇതൊക്കെയാണ് നമ്മുടെ പരാതികൾ. ബുദ്ധിയുള്ളവരെല്ലാം ആരാധനയിൽ മക്കളുമായിട്ട് സംബന്ധിക്കും. കാരണം എന്താ? ആരാധനയിൽ അലസതയുണ്ടായാൽ, അലസതലേശം ബാധിച്ചാൽ അശുഭ വഴിക്കു വശം വദരായി സ്വാത്മത്തെ. ആരാധനയിൽ അലസത ബാധിച്ചാൽ അശുഭ വഴിക്ക് വശംവദരാകും. കൊട്ടും പാട്ടവും കൊടിയും ലൈറ്റും ഒക്കെ കഴിഞ്ഞാലും നമുക്കുള്ളത് എന്തു മാത്രമേ ഉള്ളൂ? ഈ യാഗപീഠം മാത്രമേ ഉള്ളൂ. യാഗപീഠത്തോട് ചേർന്ന് നിന്ന് പരിശുദ്ധ കുർബാനയിൽ കണ്ണുനീരോടുകൂടി പ്രാർത്ഥിക്കാൻ നമ്മുടെ മക്കളുടെ മുൻപിൽ നമുക്ക് മാതൃകയാകാൻ സാധിക്കുന്നില്ല എങ്കിൽ, ഇഷ്ടമുള്ള സമയത്താണ് നമ്മളിവിടെ വന്ന് ജോയിൻ ചെയ്യുന്നതെങ്കിൽ, എൻ്റെയും നിങ്ങളുടെയും ഭവനത്തിൽ എങ്ങനെ ക്രിസ്തുവിൻ്റെ സമാധാനം വന്നു ചേരും? അച്ഛൻ കൂടെ തിരിഞ്ഞു നിന്നിട്ട് പറയും, നിങ്ങൾക്കെല്ലാവർക്കും ഈ ഇരിക്കുന്ന ആർക്കെങ്കിലും സമാധാനം ഉണ്ടോ? എന്തുകൊണ്ടാണ് സത്യമായി സമാധാനം നമ്മുടെ ഇടയിൽ വരാത്തത്? ഞാൻ നിങ്ങൾക്ക് നൽകുന്ന സമാധാനം അത് ലോകം നൽകുന്ന സമാധാനമല്ല, ദൈവീക സമാധാനം. ആരാധനയിൽ അനുഭവിക്കുമ്പോൾ അവസരങ്ങളെ അനുഗ്രഹങ്ങളാക്കി മാറ്റാൻ നമുക്ക് സാധിക്കും. 2, വിശ്വാസത്തിൻ്റെ നായകനും പൂർത്തി വരുത്തുന്നവനുമായ യേശുവിനെ നോക്കുന്നവൻ അവകാശത്തെ അലക്ഷ്യമാക്കാതെ ഇരിക്കണം. ഒന്നാമതായി നമ്മൾ പറഞ്ഞു അവസരങ്ങളെ അനുഗ്രഹങ്ങളാക്കണമെന്ന്. 2, അവകാശത്തെ അലക്ഷ്യമാക്കി മാറ്റരുത്. ഏറ്റവും വലിയ എൻ്റെ അവകാശമാണ് ക്രിസ്തീയ ജീവിതം. എൻ്റെ ഏറ്റവും വലിയ അവകാശം എന്താണ്? എൻ്റെ ക്രിസ്തീയ ജീവിതം, എൻ്റെ ദൈവത്തോടുള്ള ബന്ധം. എങ്ങനെയാണ്? നമ്മൾ പറഞ്ഞു രണ്ടാമത്തെ നമ്മുടെ അവകാശമാണ് നമുക്ക് കർത്താവ് തന്നിരിക്കുന്ന കുടുംബം. എങ്ങനെയാണ് എൻ്റെ അവകാശം? സംഖ്യാപുസ്തകം 20-ാം അധ്യായത്തിൽ മോശയുടെ നേതൃത്വത്തിൽ ഇസ്രായേൽ ജനം ഇങ്ങനെ സീൻ മരുഭൂമിയിൽ കൂടെ നടന്നു പോകുക. സീൻ മരുഭൂമിയിൽ എത്തിയപ്പോൾ ആ ജനത്തിന് കുടിക്കാൻ വെള്ളം കിട്ടിയില്ല. ഇസ്രായേൽ ജനം മോശയ്ക്കെതിരെ പിറുപിറുത്തു. മോശയോട് അവർ പറഞ്ഞു, ഞങ്ങൾക്ക് മിസ്രൈമിൽ ഊഴിയവേലയും കഷ്ടതയൊക്കെ ഉണ്ടായിരുന്നെങ്കിലും ഞങ്ങൾക്ക് തിന്നാനും കുടിക്കാനും ഒക്കെ അവിടെ ഉണ്ടായിരുന്നു.
മിസ്രൈമിൽ ഞങ്ങൾക്ക് അപ്പക്കുട്ടകൾ ഉണ്ടായിരുന്നു, ഇറച്ചിക്കലങ്ങൾ ഉണ്ടായിരുന്നു, മുന്തിരി പഴങ്ങൾ ഉണ്ടായിരുന്നു, അത്തിക്കായകൾ ഉണ്ടായിരുന്നു. നീ എന്തിനാ ഞങ്ങളെ ഇങ്ങോട്ട് കൊണ്ടുവന്നിരിക്കുന്നത്? പലപ്പോഴും ജീവിതത്തിൽ ഇസ്രായേൽ ജനത്തെ പോലെയാണ് നമ്മൾ. ഇസ്രായേൽ ജനം എന്തെങ്കിലും കിട്ടിയ ദൈവത്തെ സ്തുതിക്കും, കിട്ടിയില്ലെങ്കിൽ ഉടനെ അച്ഛാ ഞങ്ങൾക്ക് മാത്രമേ ഉള്ള അച്ഛാ ഇങ്ങനത്തെ ഒരു കഷ്ടം. ഞങ്ങളുടെ സഹോദരങ്ങളെല്ലാം പറ നല്ല നല്ല നിലയിൽ അച്ഛാ, ഞങ്ങൾക്ക് മാത്രമേ. അമ്മമ്മേ മോൻ കുവൈറ്റിൽ പോയിട്ട് 10 വർഷം, അയ്യോ ആ കടം ഇപ്പോഴും തീർന്നിട്ടില്ല അച്ഛാ. നമ്മളിങ്ങനെ പറഞ്ഞു പഠിച്ചവരാ. മിസ്രൈമിൽ ഞങ്ങൾക്ക് അപ്പക്കുട്ടകൾ ഉണ്ടായിരുന്നു. ഇല്ലാത്തതിനെക്കുറിച്ച് നമ്മുടെ ജീവിതത്തിൽ സന്തോഷം അനുഭവിക്കാൻ പറ്റാത്തതിൻ്റെ പ്രധാന കാരണം എന്താണെന്നറിയോ? നമ്മൾ ഇല്ലാത്തതിനെക്കുറിച്ച് എപ്പോഴും ഇങ്ങനെ സങ്കടപ്പെട്ടുകൊണ്ടേയിരിക്കുന്നവരാ. ഇവിടെ ഇസ്രായേൽ ജനം ഇങ്ങനെ മോശയ്ക്ക് നേരെ ഞങ്ങൾക്കതില്ല, ഞങ്ങൾക്കിതില്ല. എന്നാൽ നമ്മളെ പഠിപ്പിച്ചിരിക്കുന്നത് അങ്ങനെ ഒരു പ്രോസ്പെരിറ്റി, കാര്യങ്ങൾ സാധിക്കുന്ന ഒരു ദൈവത്തെ അല്ല പരിശുദ്ധ സഭ നമുക്ക് കാണിച്ചു തന്നിരിക്കുന്നത്. ഹബക്കൂക്ക് പ്രവാചകനെ പോലെ പ്രാർത്ഥിക്കാനാ. ഹബക്കൂക്ക് പ്രവാചകന്റെ പുസ്തകം 3-ാം അധ്യായത്തിന്റെ 17-ാം വാക്യത്തിൽ ഹബക്കൂക്ക് പ്രവാചകൻ പറയുന്നുണ്ട് എങ്ങനെ പ്രാർത്ഥിക്കണമെന്ന്. അത്തിമരങ്ങൾ എനിക്ക് പൂത്തില്ല എങ്കിലും, മുന്തിരി വള്ളികൾ എനിക്ക് വാടിപ്പോയാലും, ആലയിലുള്ള എൻ്റെ ആടുകളെല്ലാം ചത്തുപോയാലും, ഒലിവിൻ്റെ കായ്കനികളെല്ലാം ഉതിർന്നു പോയാലും, യഹോവയാണ് എൻ്റെ ആനന്ദം, യഹോവയാണ് എൻ്റെ ബലം. എനിക്കൊന്നുമില്ലെങ്കിലും, എനിക്കാരുമില്ലെങ്കിലും, എൻ്റെ ജീവിത പങ്കാളി എന്നെ ഒറ്റപ്പെടുത്തിയാലും, എൻ്റെ സഹോദരങ്ങൾ എന്നെ തള്ളിപ്പറഞ്ഞാലും, എൻ്റെ മക്കൾക്ക് എന്നെ വിലയില്ലെങ്കിലും, എന്നെ സ്നേഹിക്കുന്ന ഒരു ദൈവമുണ്ട്. എൻ്റെ കർത്താവ് എന്നോട് പറഞ്ഞിട്ടുണ്ട്, ഞാൻ നിന്നെ പേര് ചൊല്ലി. ലോകത്തിൻ്റെ മുൻപിൽ നീ ബലഹീനനായിരിക്കും, ലോകത്തിൻ്റെ മുൻപിൽ വലിയ കഴിവൊന്നും ഇല്ലായിരിക്കും, പക്ഷെ എൻ്റെ ദൈവത്തിൻ്റെ മുൻപിൽ ഞാൻ ആരാണ്? ശ്രേഷ്ഠനാണ്. ഞാൻ ദൈവത്തിൻ്റെ മുൻപിൽ ശ്രേഷ്ഠനാണ്. ഇവിടെ പരാതി പറഞ്ഞുകൊണ്ട് മോശയുടെ അടുക്കലേക്ക് ചെല്ലുക. മോശ എന്ത് ചെയ്തു? മോശയ്ക്ക് ആകെ അറിയാവുന്നത് പ്രാർത്ഥിക്കാനല്ലേ. മോശ ചാടി എഴുന്നേറ്റു, യഹോവയുടെ സന്നിധിയിൽ മുട്ടുമുടക്കി കരഞ്ഞു പ്രാർത്ഥിച്ചു. യഹോവയാം ദൈവം സംഖ്യാപുസ്തകം 20-ാം അധ്യായത്തിൽ മോശയോട് പറഞ്ഞു, 7-ാം വാക്യത്തിൽ, മോശയെ നീ എഴുന്നേൽക്കുക, നിന്റെ വടിയെടുത്ത് കയ്യിൽ പിടിക്കുക, അഹറോനെ വിളിക്കുക, ഇസ്രായേൽ ജനത്തെയും കൂടെ കൂട്ടുക, പാറയുടെ അടുക്കലേക്ക് ചെല്ലുക, പാറയോട് കൽപ്പിക്കുക, പാറ നിനക്ക് ജലം തരും എന്ന്. മോശ എഴുന്നേറ്റു, വടിയെടുത്ത് കയ്യിൽ പിടിച്ചു. മോശയുടെ വടിക്കൊരു പ്രത്യേകതയുണ്ട്, ചെങ്കടലിനെ പകുത്ത വടിയാണത് അല്ലേ. ആ വടി നീട്ടിയപ്പോഴാണ് ചെങ്കടൽ 2ആയിട്ട് പകുത്തു. വീണ്ടും മോശയുടെ വടിയാണ് ഫറവോയുടെ കൊട്ടാരത്തിൽ മന്ത്രവാദികളെ തോൽപ്പിച്ചത്. ഈ മോശയുടെ വടിയാണ് അവനെ ഉന്നതനായിട്ട് ആ ജനത്തിൻ്റെ മുൻപിൽ നിർത്തിയിരിക്കുന്നത്. മോശ ഇസ്രായേൽ ജനത്തെ കൊണ്ട് പാറയുടെ അടുക്കലേക്ക് ചെന്നു. ഇസ്രായേൽ ജനം കാണുക പാറയുടെ നേരെ വടി കൊണ്ട് 2 അടി അടിച്ചു. പാറയിൽ നിന്ന് വെള്ളം ഒഴുകി. ഇസ്രായേൽ ജനം വെള്ളം കുടിച്ച് തൃപ്തിപ്പെട്ടു. ഇസ്രായേൽ ജനം സന്തോഷിച്ചുവെങ്കിലും യഹോവയാം ദൈവം മോശയെ പേര് ചൊല്ലി വിളിച്ചു. മോശയോട് പറഞ്ഞു, നന്നായിരിക്കുന്നു, നീ കനാൻ കാണുകയില്ല. എന്ത് കാണത്തില്ല? കനാനിലേക്ക് ഇത്രയും ലക്ഷം ആളുകളെയും കൊണ്ടുപോകുന്ന മോശയോട് പറയുകയാണ്, നന്നായിരിക്കുന്നു, പക്ഷെ നീ കനാൻ കാണത്തില്ല. കാരണം എന്താണ്? മോശയോട് യഹോവയാം ദൈവം പറഞ്ഞത് ഈ വടിയെടുത്ത് പാറയോട് കൽപ്പിക്കാനാ. മോശ എന്തേ ചെയ്തുള്ളൂ? എക്സ്ട്രാ ഒരു കാര്യം മാത്രമേ ചെയ്തുള്ളൂ. ഈ വടിയെടുത്ത് പാറമേൽ 2 അടി അടിച്ചു. പ്രിയമുള്ളവരെ, എൻ്റെയും നിങ്ങളുടെയൊക്കെ ജീവിതത്തിൽ കർത്താവ് ഈ വടി തന്നിട്ടുണ്ട്. അതൊരു വിശ്വാസ ജീവിതമാകുന്ന വടി നമ്മുടെ കയ്യിൽ തന്നിട്ടുണ്ട്. ഈ വടി പലപ്പോഴും ഈ ദേവാലയത്തിൽ വന്ന് ജയിക്കാൻ വേണ്ടിയൊക്കെ തല്ലിത്തോപ്പിക്കുന്നത് പോലെ സംസാരിക്കാറുണ്ട്. വീട്ടുകളിൽ പരസ്പരം ജയിക്കാൻ വേണ്ടി അപ്പനെന്ന അധികാരത്തിൻ്റെ സ്ഥാനത്തിൻ്റെ വടി മറന്നു പോകാറുണ്ട്. അമ്മ എന്ന സ്ഥാനം നമ്മൾ മറന്നു പോകാറുണ്ട്. പലപ്പോഴും പരസ്പരം ജയിക്കാൻ വേണ്ടി മാത്രം നമ്മുടെ കുടുംബമാകുന്ന ബന്ധങ്ങൾ തമ്മിൽ അപ്പുറം ഇപ്പുറം വടി കൊണ്ട് തകർത്ത് നമ്മൾ സംസാരിക്കാറുണ്ട്. പ്രിയപ്പെട്ട മക്കളെ, മാതാപിതാക്കളോട് ഓരോ വാക്കിനും ജയിക്കാൻ വേണ്ടി വടി കൊണ്ട് അടിക്കുന്നത് പോലെ നമ്മൾ സംസാരിക്കാറുണ്ട്. കർത്താവ് നമ്മളോട് പറയാ, നീ കനാൻ കാണത്തില്ല. എത്ര കേമനാണെന്ന് ദേശത്ത് പറഞ്ഞാലും, എത്ര ഭക്തനാണെന്ന് അവകാശപ്പെട്ടാലും, എൻ്റെ വാക്കുകൾ കൊണ്ട് ഞാൻ മുറിവേൽപ്പിക്കുന്ന വടി, ആ അടി ഒരിക്കലും ദൈവസന്നിധിയിൽ പൊറുക്കപ്പെടുന്നതല്ല. കാരണം എൻ്റെ മുൻപിൽ നിൽക്കുന്ന വ്യക്തിയുടെ ഉള്ളിലുള്ള ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെയാണ് ഞാൻ വ്രണപ്പെടുത്തുന്നത്. കർത്താവ് പറയുന്നുണ്ട്, ഏതു പാപവും ഞാൻ ക്ഷമിക്കും, എന്നാൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെതിരെയുള്ള പാപങ്ങൾ. അപ്പോൾ ഏറ്റവും കൂടുതൽ ക്ഷമിക്കാത്ത പാപം എന്താണ്? അപരനോടുള്ള എൻ്റെ സംസാരം, അപരനോടുള്ള എൻ്റെ അസൂയ. ഇസഹാക്കിൻ്റെ കിണറ് ശത്രു മൂടിക്കളഞ്ഞതുപോലെ
അസൂയ കൊണ്ട് പലപ്പോഴും നമ്മൾ നിറഞ്ഞിങ്ങനെ കവിയാറില്ലേ? നമ്മളെക്കാൾ കൂടുതൽ ആരുടെയെങ്കിലും കയ്യിൽ കാണുമ്പം നമ്മൾ പലപ്പോഴും എന്തിനൊക്കെയോ വേണ്ടി വെറുതെ ദേഷ്യപ്പെടാറില്ലേ? എന്തിനൊക്കെയോ വേണ്ടി പരിഭവിക്കാറില്ലേ? എന്തിനൊക്കെയോ വേണ്ടി നിരാശരാകാറില്ലേ? ചിലരൊക്കെ ഒരു കല്യാണത്തിന് പോയിട്ട് തിരിച്ചു വന്നാൽ പോലും 2 ദിവസത്തേക്ക് പിന്നെ മൗനോ. കാരണം എന്നേക്കാൾ ഉപരിയായി ആർക്കെങ്കിലും കണ്ടുപോയെങ്കിൽ എനിക്ക് സഹിക്കാൻ വയ്യ. ഈ അസൂയ, എൻ്റെ സംസാരം. എന്നിട്ട് നമ്മൾ പറയും നമ്മൾ ആരാണെന്ന് പറയും? ഭക്തരാണ്. നമ്മൾ ആരാണ്? യാക്കോബ് ശ്ലീഹയുടെ ലേഖനം 1-ാം അധ്യായം 26-ാം വാക്യം. ഒരുവൻ തൻ്റെ നാവിന് കടിഞ്ഞാണിടാതെ ഹൃദയത്തെ വഞ്ചിച്ചുകൊണ്ട് താൻ ഭക്തനാണെന്ന് നിരൂപിച്ചാൽ അവൻ്റെ ഭക്തി ദൈവസന്നിധിയിൽ വ്യർത്ഥമാണ്. ഒരുവൻ തൻ്റെ നാവിന് കടിഞ്ഞാണിടാതെ ഹൃദയത്തെ വഞ്ചിച്ചുകൊണ്ട് ഭവനത്തിൽ പരസ്പരം ജയിക്കാൻ. പ്രിയമുള്ളവരെ, എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിലെ അവകാശങ്ങളെ അലക്ഷ്യമാക്കരുത്. കുടുംബമെന്ന അവകാശം പലപ്പോഴും ശത്രു. നമ്മൾ 3 പ്രതിസന്ധികളെക്കുറിച്ച് പറഞ്ഞു. 1-ാമത്തെ പ്രതിസന്ധി ദൈവം അറിഞ്ഞുകൊണ്ട് വരുന്നത്. 2-ാമത്തെ പ്രതിസന്ധി എന്താണെന്നറിയോ? ശത്രു എൻ്റെ കയ്യിൽ കൊണ്ടുതരുന്ന പ്രതിസന്ധി. ശത്രു എന്ന് പറയുമ്പോൾ നമുക്ക് ആരുടെയെങ്കിലുമൊക്കെ മുഖമൊക്കെ ഓർമ്മ വരും അല്ലേ? നമ്മളെ വേദനിപ്പിച്ചവർ, നമ്മളെ ഇന്ന് പിടിച്ചു പറിച്ചവർ, നമ്മളെ ഉന്നം വെച്ചിരിക്കുന്നവർ. പക്ഷെ ഇവരാരുമല്ല നമ്മുടെ യഥാർത്ഥ ശത്രുക്കൾ. അവർ ശത്രുക്കളായിരിക്കാം. നമ്മുടെ യഥാർത്ഥ ശത്രു നമ്മുടെ ഉള്ളിലായിരിക്കുന്നത്. ഈ സാത്താനാണ് നമ്മുടെ ഏറ്റവും വലിയ ശത്രു. സാത്താൻ ഒരു പ്രത്യേകതയുണ്ട്. സ്വർഗത്തിൽ നിന്ന് വെട്ടി ഭൂമിയിലേക്ക് എറിയപ്പെട്ടവനാ. സ്വന്തമായ ഒരു ശരീരമില്ല. ആ ശരീരത്തിന് വേണ്ടി അലഞ്ഞു തിരിഞ്ഞ് നടക്കുകയാണ്. എൻ്റെ ഹാബിറ്റുകളാണ് എൻ്റെ ശത്രു. എൻ്റെ ചില സ്വഭാവങ്ങളിൽ മാത്രമാണ്. എല്ലാവർക്കും ഒരേപോലത്തെ സാത്താൻ്റെ സ്വഭാവമല്ല. ചിലരുടെ സാത്താൻ ദേഷ്യമാണ് അല്ലേ? ഇത്രയൊക്കെ കേട്ടിട്ട് തിരിച്ച് വീട്ടിൽ ചെന്ന് കഴിഞ്ഞ് വാതിൽ തുറക്കാൻ താമസിച്ചാൽ അവിടെ തുടങ്ങും അടി. ചോറ് വിളമ്പാൻ താമസിച്ചാൽ അവിടെ തുടങ്ങും അടുത്ത വഴക്ക് ഇല്ലേ? അത് ഇത് എന്ന് പറഞ്ഞ് ചിലർക്ക് ദേഷ്യമാണ്. ചിലരുടെ സാത്താൻ അസൂയ, ചിലരുടെ സാത്താൻ എടുത്തുചാട്ടോ. ഇതൊന്നും വേണ്ട. ചിലരുടെ സാത്താൻ ഫോണാ. കാരണം എന്താണ്? എൻ്റെ കുടുംബ ജീവിതത്തിൻ്റെ സമയത്ത്, എൻ്റെ മക്കളോടൊപ്പം ഇരിക്കേണ്ട സമയത്ത്, അവരോടൊപ്പം സംസാരിക്കേണ്ട സമയത്ത് പരസ്പരം മുഖത്ത് നോക്കാതെ എൻ്റെ കയ്യിൽ ഞാൻ ഫോണും നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അല്ലെ ഈ ടി വിയും ഫോണിനെയും ഒന്നും സാത്താനെന്ന് പറയാൻ പറ്റില്ല. കാരണം എന്താണ്? നമ്മുടെ നിത്യജീവിതത്തിന് ഇനി അത് ആവശ്യമായ സാധനമാണ്. ഇത് ഞാൻ എങ്ങനെ ഉപയോഗിക്കുന്നു എന്നതാണ് സാത്താൻ എൻ്റെ മേലുള്ള അധികാരം. അത് ഞാൻ എങ്ങനെ ഉപയോഗിക്കുന്നു. ഒന്ന് സംസാരിക്കാൻ നേരമില്ല. പള്ളി വന്നാൽ ഒന്നും സംസാരിക്കത്തില്ല നമ്മൾ പരസ്പരം. ഈ കല്യാണത്തിൻ്റെ റിസപ്ഷനൊക്കെ കണ്ടിട്ടുണ്ടോ? എല്ലാവരും പള്ളിയിൽ ചെന്നും സംസാരിക്കാൻ അച്ഛൻ സമ്മതിക്കുമോ? കല്യാണ ശുശ്രൂഷ നടക്കുമ്പോൾ ഇല്ല. ഹോളിൽ വന്ന് ആരും സംസാരിക്കാതിരിക്കാൻ നമ്മൾ എന്ത് ചെയ്യും? ഭയങ്കര വലിയൊരു ഓർക്കസ്ട്ര അങ്ങ് നടത്തും. പിന്നെ കുറേ വർഷങ്ങൾ കൊണ്ട് കാണുന്നവരോട് നമ്മൾ പറയും പിന്നെ പറയാവുന്നത്. വീട്ടിൽ ചെന്ന് ഫോൺ ചെയ്ത് നമുക്ക് ആർക്കും അഥവാ സംസാരിച്ചാൽ തന്നെ നമ്മളിൽ എത്ര പേർക്ക് സന്തോഷം ഉണ്ടാകാറുണ്ട്. എന്നാൽ പരസ്പരം ജയിക്കാൻ വേണ്ടി നമ്മൾ ഏതറ്റം വരെയും പോകും. ജീവിക്കുമ്പോൾ ദൈവത്തെ പോൽ കൽപ്പിക്കുന്നു, ജീവാന്ത്യത്തിൽ മൃഗമെന്നോണം മാഞ്ഞിടുന്നു. ജീവിക്കുമ്പോൾ ദൈവത്തെ പോലെ കൽപ്പിച്ച് പരസ്പരം കുടുംബത്തിൽ ജീവിക്കാതെ മറിച്ച് പരസ്പര സ്നേഹത്തോടെ സംസാരിക്കാൻ. ഇതെൻ്റെ അവകാശം. ഞാൻ ജീവിച്ചിരിക്കുമ്പോൾ മാത്രമേ എനിക്ക് എൻ്റെ ഭാര്യയോടൊത്ത് സംസാരിക്കാൻ പറ്റൂ. ഞാൻ ജീവിച്ചിരിക്കുമ്പോൾ മാത്രമേ എൻ്റെ ഭർത്താവിനോടൊത്ത് എനിക്ക് ജീവിക്കാൻ പറ്റൂ. എൻ്റെ മക്കളോട്, മക്കൾക്കൊരു പ്രത്യേകതയുണ്ട്. സ്കൂളിൽ നിന്നും കോളേജിൽ നിന്നും വന്നു കഴിഞ്ഞാൽ ആദ്യം ഇത്രയും നേരം കണ്ട കൂട്ടുകാരെ ഫോൺ ചെയ്ത് വിളിക്കും അല്ലേ? എൻ്റെ അപ്പനോടും അമ്മയോടും സംസാരിക്കാൻ എനിക്ക് നേരം ഉണ്ടാകണം. അവിടെ മാത്രമാണ് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഉണ്ടാകുന്നത്. സ്നേഹമുള്ള കുടുംബങ്ങളിൽ അവസരങ്ങളെ അനുഗ്രഹങ്ങളാക്കുകയും നമ്മുടെ അവകാശങ്ങളെ അലക്ഷ്യമാക്കി തീർക്കാതിരിക്കുകയും ചെയ്യണം. നമ്മുടെ പരസ്പരമുള്ള കമ്മ്യൂണിക്കേഷൻ കുടുംബങ്ങളിൽ അതിന് തടസ്സമായി നിൽക്കുന്ന ഒരു വലിയ സാധനമാണ് നമ്മുടെ ടി വി. ഇന്ന് ചെന്ന് കഴിഞ്ഞാൽ ആദ്യം ചെയ്യുന്നത് എന്തായിരിക്കും? ഇന്നിനി ചെന്ന് 2 സംസാരമേ ഉള്ളൂ. ഒന്ന് ചോറ് വിളമ്പട്ടെ, രണ്ടാമത്തെ എന്തായിരിക്കും? എന്നാ ആയിക്കോട്ടെ, ടി വി ഓൺ ചെയ്ത് വെക്കും. ഈ മേശപ്പുറത്തോട്ടിരിക്കും. ആരും ആരുടെയും മുഖം, ആർക്കും ആരോടും ഒന്നും. അഥവാ എന്തെങ്കിലും ചോദിച്ചാൽ പറയൂ നീ അറിഞ്ഞായിരുന്നു അതുകൊണ്ട് തിരുവനന്തപുരത്ത്. നമ്മുടെ ഭവനത്തിലുള്ളത് നമ്മൾ പലപ്പോഴും അറിയുന്നില്ല. രാവിലെ ഉണരുന്നു, ഓസ്ട്രേലിയയിലും സ്വിറ്റ്സർലൻഡിലും ഒക്കെ ഇരിക്കുന്നവർക്ക് നമ്മൾ മെസ്സേജ് അയക്കും. പക്ഷെ വീട്ടിലുള്ളവരോടൊന്ന് ചേർന്ന് നിന്ന് എന്തെങ്കിലും ഒന്ന് ചിരിച്ച് സംസാരിക്കാൻ നമുക്ക് സാധിക്കാറുണ്ടോ? ഒന്ന് കേൾക്കാൻ. ഒരിക്കൽ ഒരു ഭാര്യ ഭർത്താവിന് ഫോൺ ചെയ്ത് വൈകുന്നേരം പറഞ്ഞു എന്തെങ്കിലുമൊക്കെ വാങ്ങിക്കൊണ്ട് വരേണ്ട ലിസ്റ്റ്. ഫോൺ വെക്കുന്നതിന് മുൻപ് ഭർത്താവ് ചോദിച്ചു
ഇനിയും എന്തെങ്കിലും വാങ്ങാനുണ്ടോ? വീട്ടിൽ വന്നു കഴിഞ്ഞ് ഇനി അതില്ല ഇതില്ല എന്ന് ഫോൺ വെച്ച് കഴിഞ്ഞ് അയാൾ വീണ്ടും വിളിച്ചു ചോദിച്ചിട്ടു ഇനി എന്തെങ്കിലും ഉണ്ടോ എന്ന് ഓർത്ത് പറയാൻ ഭാര്യ അയാളോട് തിരിച്ചു പറഞ്ഞു, നിങ്ങൾ വരുമ്പോൾ നിങ്ങളുടെ ആ ചെവിയും കൂടി ഇങ്ങ് കൊണ്ടുവരണമെന്ന്. എന്തിനു വേണ്ടിയാ? എന്നെ ഒന്ന് കേൾക്കാൻ. നിങ്ങൾ വരുമ്പോൾ ഇന്ന് നിങ്ങളുടെ ആ ചെവിയും കൂടെ പരസ്പരം ജീവിച്ചിരിക്കുമ്പോൾ ഒന്ന് കേൾക്കാൻ. മരിച്ചു കഴിഞ്ഞ് ഈ കല്ലറയുടെ അടുത്ത് വന്നിരുന്ന് സങ്കടം പറഞ്ഞിട്ടോ, കല്ലറയിൽ മെഴുകുതിരി കത്തിച്ചിട്ടോ, കല്ലറയിൽ പൂ വെച്ചിട്ടോ ജീവിച്ചിരിക്കുമ്പോൾ കിട്ടുന്ന സന്തോഷം നമുക്ക് കിട്ടുമോ പ്രിയമുള്ളവരെ? ഈ കല്ലറയിൽ കിടക്കുന്നവര് നമ്മളെക്കാൾ മിടുക്കന്മാരായിരുന്നു, എന്നിട്ടും അവർ മണ്ണിനടിയിൽ പോയി. അങ്ങനെയെങ്കിൽ നമ്മളും നാളെ അത് തന്നെയാണ് അവസ്ഥ. പരസ്പരം സംസാരിക്കാൻ, പരസ്പരം സ്നേഹിക്കാൻ, ദൈവം എനിക്ക് വന്നിരിക്കുന്ന ഭവനത്തിൽ പരസ്പരം ഒന്നു ചേർന്നിരുന്ന് മക്കളോടൊപ്പം ആയിരിക്കാൻ നമുക്ക് സാധിക്കണം. 2, ഭവനത്തിൽ പരസ്പരം ഷെയർ ചെയ്യാൻ നമുക്ക് സാധിക്കണം. ഇന്ന് നമ്മുടെ ഊണുമേശകളിലെല്ലാം നിറഞ്ഞു നിൽക്കുകയാണ്, ഒന്നിൻ്റെ ആവശ്യമില്ല. പക്ഷെ പണ്ട് കാലത്ത് അപ്പച്ചന്മാർ കഴിക്കാൻ ആദ്യം ഇരിക്കും, 5-8 മക്കൾ ചുറ്റും ഇരിക്കും. അമ്മ ചോറ് വിളമ്പും. എന്നും ഈ അപ്പച്ചൻ ചോറ് 2 തവി ബാക്കി വെച്ചിട്ട് എഴുന്നേറ്റ് പോകും. ശ്രദ്ധിച്ചിട്ടില്ലേ പണ്ട്? എന്നിട്ട് എഴുന്നേക്കാൻ നേരത്ത് പറയും, കളയണ്ട, നീ അതങ്ങ് കഴിച്ചോളാൻ. അതിൻ്റെ അർത്ഥം ബാക്കി വെച്ചു എന്നാണോ? വേണ്ടാതെ വെച്ചു എന്നാണോ? അല്ല, ആ അപ്പച്ചനൊരു ഉള്ളിലൊരു ബോധമുണ്ട്. ഈ 8 മക്കളുടെയും എൻ്റെയും എൻ്റെ അപ്പൻ്റെയും അമ്മയുടെയും ഒക്കെ പാത്രത്തിൽ വിളമ്പിയതിന് ശേഷം നിന്റെ പാത്രത്തിൽ വിളമ്പാൻ ഇല്ല എന്നൊരു ബോധം. എന്നാൽ ഇന്ന് നമുക്ക് എല്ലാം ഉണ്ടെങ്കിലും പരസ്പരം വിട്ടുകൊടുക്കാൻ സാധിക്കുന്നുണ്ടോ കുടുംബത്തിൽ? ഇവിടെ യൗസേപ്പിനെ പോലെ മറിയാമിനെ പോലെ ദൈവത്തിൻ്റെ ശബ്ദം കേൾക്കാനും പരസ്പരം ദൈവത്തിന് വേണ്ടി തങ്ങളെ തന്നെ വിട്ടുകൊടുക്കാനും നമുക്ക് സാധിക്കുമ്പോൾ മാത്രമാണ് ഈ ഗോതമ്പ് മണി നിലത്ത് വീണ് അഴുകിയതുപോലെ ഞാനും എൻ്റെ ദൈവത്തിൻ്റെ സന്നിധിയിലായിരിക്കുന്നു എന്ന് പറയാൻ സാധിക്കുന്നത്. അതിനെന്തു വേണമെന്നറിയാമോ? ജീവിതത്തിൽ ചില കോംപ്രമൈസുകൾ വേണം. നമ്മൾ പറയും വിശ്വാസികളുടെ ജീവിതത്തിൽ 3 C വേണമെന്ന്. ഒന്നാമത്തെ C ആണ് കമ്മ്യൂണിക്കേഷൻ, പരസ്പരം. 2ാമത്തെ C ആണ് ഈ കോംപ്രമൈസ്. എന്നെ ഒന്ന് കോംപ്രമൈസ് ചെയ്യണം. എനിക്കിഷ്ടം TV കാണാനായിരിക്കാം, പക്ഷേ എൻ്റെ ഭാര്യയോടൊപ്പം എൻ്റെ മക്കളോടൊപ്പം ഇരിക്കാൻ, പ്രാർത്ഥിക്കാൻ, സംസാരിക്കാൻ ഒക്കെ എനിക്ക് സാധിക്കണം. അപ്പോൾ മാത്രമേ കുറവുകളോടുകൂടി പരസ്പരം അംഗീകരിക്കാൻ നമുക്ക് സാധിക്കുകയുള്ളൂ. കുറവുകളോടുകൂടി അംഗീകരിക്കാൻ ചില കോംപ്രമൈസുകൾ കർത്താവേ എൻ്റെ ഹൃദയത്തിൽ തരണമേ. 3ാമത്തെ C ആണ് കമ്മിറ്റ്മെൻറ്റ്. ഇതൊരു ക്രിസ്തീയ ജീവിതം എന്ന് പറയുന്ന ഒരു കമ്മിറ്റ്മെൻ്റ് ആണ്. ആരോട്? ക്രിസ്തുവിനോടുള്ള കമ്മിറ്റ്മെൻ്റ് ആണ്. ഇതാണ് സഹോദരന്മാരെ നമുക്ക് കാണിച്ചു തന്നത്. ഞങ്ങൾക്ക് ക്രിസ്തുവിനോടൊരു കമ്മിറ്റ്മെൻ്റ് ഉണ്ടായിരുന്നു. അതുകൊണ്ട് അവരിന്ന് ആരാണ്? വഴിവിളക്കുകൾ പോലെയാണ്. വഴിവിളക്കുകളുടെ പ്രത്യേകത എന്താ? വഴിവിളക്കുകൾ ചിലമ്പൊലി ശബ്ദങ്ങൾ കേൾപ്പിക്കാറില്ല, മറിച്ച് വഴിയിൽ പ്രകാശിച്ചു കൊണ്ടേയിരിക്കും. ഇതുപോലെയാണ് ഇരുട്ടിൽ സഹോദരന്മാർ വെളിച്ചമായി പ്രകാശിച്ചു. അങ്ങനെയെങ്കിൽ പ്രിയമുള്ളവരെ, ഈ തലമുറയുടെ മുൻപിൽ വെളിച്ചമായി പ്രകാശിക്കുവാൻ തക്കവണ്ണം എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൻ്റെ കഷ്ടതകളെ, കഷ്ടത്തിൻ്റെ അവസരങ്ങളെ എല്ലാം അനുഗ്രഹമാക്കി മാറ്റാൻ സാധിക്കണം. അതിന് ക്രിസ്തുവിനോട് ചേർന്നിരിക്കണം. എൻ്റെ വാക്കുകളെ നിർത്തുക. ഒരിക്കൽ സ്ഥിരമായിട്ട് ദേവാലയത്തിൽ വരാതിരുന്നൊരു വീടിനെ അന്വേഷിച്ച് വികാരി അച്ഛൻ ചെല്ലുക. ഇവിടെ അല്ല കേട്ടോ, അങ്ങ് കാനഡയിലാണ്, ഭയങ്കര തണുപ്പുള്ള സ്ഥലത്താണ്. അച്ഛൻ ചെന്നപ്പോൾ അപ്പനും അമ്മയും മക്കളും ഒക്കെ ഇങ്ങനെ തീ കാഞ്ഞുകൊണ്ടിരിക്കുക. അച്ഛനെ കണ്ടവരൊരു കസാര ഇട്ട് കൊടുത്തു. അച്ഛൻ ആ കസാരയിലിരുന്നു. അച്ഛനും കൂടെ ഇരുന്ന് തീ കാഞ്ഞു. കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ അച്ഛനൊന്നും പറയാതെ ഒരു തീക്കൊള്ളിയെടുത്ത് മാറ്റിയിട്ടു. ആ തീക്കൊള്ളിയെടുത്ത് മാറ്റിയിട്ടു. അതിൽ നിന്ന് ആദ്യം കുറച്ച് തീ വന്നു. അതിനുശേഷം ചെറിയ ചെറിയ ചുമന്ന വെട്ടം കണ്ടു. പിന്നെ പുക മാത്രം കണ്ടു. പുക കഴിഞ്ഞ് അത് കരി മാത്രമായി തീർന്നു. കുറച്ച് കഴിഞ്ഞതിന് ശേഷം ഈ കരി മാത്രമായിരിക്കുന്ന ഈ വിറകെടുത്ത് അച്ഛൻ വീണ്ടും അടുപ്പിലേക്ക് വെച്ചു. മറ്റു വിറകുകളിൻ്റെ കൂട്ടത്തിൽ, ആ തീയുടെ കൂട്ടത്തിൽ ഈ വിറകും ജ്വലിച്ചു. അങ്ങനെയെങ്കിൽ പ്രിയമുള്ളവരെ, എൻ്റെയും നിങ്ങളുടെയൊക്കെ ജീവിതത്തിൽ ഏതൊരവസ്ഥയിലും ദൈവത്തോട് ചേർന്നിരിക്കുമ്പോൾ മാത്രമാണ് ജ്വലിക്കുന്ന അവസ്ഥകൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നത്. ഏതു പ്രശ്നത്തിലും കുടുംബത്തെ ചേർത്ത് പിടിച്ച് നിർത്താൻ നമ്മുടെ അവകാശങ്ങളെക്കുറിച്ചൊരു ബോധ്യം ഉണ്ടാകണം. അങ്ങനെയെങ്കിൽ സാക്ഷികളുടെ ഒരു ഇത്ര വലിയ സമൂഹം നമുക്ക് മുൻപിൽ നിൽക്കുന്നത് കൊണ്ട് നമ്മുടെ കൂടെയിരിക്കുന്ന സകല ഭാരവും, സങ്കീർത്തനക്കാരൻ പറയുന്നത് പോലെ, നിന്റെ ഭാരങ്ങളെല്ലാം യഹോവയുടെ മേൽ വെക്ക്, യഹോവ നിന്നെ പുലർത്തും. സകല ഭാരവും, മുറുകെ പറ്റുന്ന പാപവും വിട്ട് നമ്മുടെ മുൻപിൽ വെച്ചിരിക്കുന്ന ഓട്ടം വ്യക്തിപരമായ പ്രാർത്ഥനയാകുന്ന ഓട്ടം, കുടുംബ പ്രാർത്ഥനയുടെ ചിട്ട, എൻ്റെ ആരാധന ജീവിതത്തിൻ്റെ ഓട്ടം, എൻ്റെ സമൂഹത്തിൻ്റെ മുൻപിലുള്ള എൻ്റെ ഓട്ടം, എൻ്റെ പെരുന്നാളുകളുടെ മാതൃക, ഇതെല്ലാം സ്ഥിരതയോടെ ഞാൻ ഓടണം. 2, വിശ്വാസത്തിൻ്റെ നായകനും പൂർത്തി വരുത്തുന്നവനുമായ
യേശുവിൻ്റെ മുഖത്ത് നോക്കണം. വഴിയിൽ പലരും നമ്മളെ വിളിക്കും, പക്ഷെ ക്രിസ്തുവിനെ വിട്ടുപിരിയാതെ ചേർന്നിരിക്കാൻ നമ്മുടെ മക്കളെ പഠിപ്പിക്കുമ്പോൾ മാത്രമാണ് എൻ്റെയും നിങ്ങളുടെയും ഒക്കെ ഓട്ടങ്ങൾ വിശ്വാസത്തിൻ്റെ നായകനും പൂർത്തി വരുത്തുന്നവനുമായ യേശുവിനെ കുറിച്ച് നോക്കിയുള്ള ഓട്ടമാകുന്നത്. എന്നെ ദൃഷ്ടി വെച്ച് നോക്കുന്ന ദൈവത്തിൻ്റെ മുൻപിൽ, എൻ്റെ മേൽ ദൃഷ്ടി വെച്ച് നോക്കുന്ന ദൈവത്തിൻ്റെ മുൻപിൽ ദുഷ്ടൻ എന്നെ പരീക്ഷിച്ചാലും കർത്താവ് എന്നെ ദൃഷ്ടി വെച്ച് ചേർത്ത് പിടിക്കുമെന്നുള്ളൊരു വിശ്വാസം, ആ അവസരങ്ങളെല്ലാം അനുഗ്രഹങ്ങളാക്കി മാറ്റുവാൻ, ആരാധനയിൽ ദൈവത്തോട് ചേർന്ന് വരുവാൻ, ആരാധനയിൽ മുറിക്കപ്പെട്ടവൻ്റെ മുൻപിൽ സ്വയം മുറിക്കപ്പെടുവാൻ നമുക്ക് ഓരോരുത്തർക്കും സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എൻ്റെ ദൈവം എനിക്ക് നൽകിയിരിക്കുന്ന അവകാശങ്ങളെ അലക്ഷ്യമാക്കാതെ കുടുംബത്തിൽ ഞാൻ ആയിരിക്കുന്ന സമയത്ത് പരസ്പരം കുറവുകളോടുകൂടി കർത്താവേ, എൻ്റെ ഭാര്യയ്ക്ക് ഇത്ര കുറവുകളുണ്ട്, എൻ്റെ ഭർത്താവിന് ഇത്ര കുറവുകളുണ്ട്, എൻ്റെ മക്കൾക്ക് ഇത്ര കുറവുകളുണ്ട്, എൻ്റെ മരുമക്കൾക്ക് ഇത്ര കുറവുകളുണ്ട്. നമുക്കെല്ലാം പെർഫെക്റ്റ് ആയിട്ടുള്ള ചുറ്റുപാട് നമുക്ക് വേണം, അല്ലേ? നമുക്കെല്ലാം എന്താ വേണ്ടത്? പെർഫെക്റ്റ് ആയിട്ടുള്ള ചുറ്റുപാടുകളാണ് വേണ്ടത്. എന്നാൽ ഈ ഇംപെർഫെക്ഷനിലും ഒരു പെർഫെക്ഷൻ കണ്ടുപിടിക്കാൻ കുറവുകളോടുകൂടി കൂടെയുള്ള അനേക മക്കളും മിടുക്കർ കാണും. പക്ഷെ എനിക്ക് കർത്താവ് തന്നിരിക്കുന്നതിനെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കാൻ നമുക്ക് സാധിക്കണം. ദൂരെ ഇരുന്ന് മക്കളൊക്കെ കേൾക്കുന്നുണ്ടെങ്കിലും ദൂരെ ഇരിക്കുന്ന മക്കളോ പോലെ തന്നെ ചാരയുള്ള ചില മക്കളുണ്ട്, ഈ നാട്ടിലുള്ള മക്കളുണ്ട്, അല്ലേ? നമ്മൾ പറയും നാട്ടിലുള്ള മക്കൾക്ക് ഇത്രയൊക്കെ വിലയെ, ഇത്ര വിലയെ. എന്നാൽ ഓർക്കണം, നമുക്ക് ഒരു അത്യാവശ്യം വരുമ്പോൾ ആരേ ഉള്ളൂ? ഈ ചാരയുള്ളവരെ ഉള്ളൂ. ഈ ചാരയുള്ളവരെ കുറവുകളോടുകൂടി സ്നേഹിക്കാൻ, കുറ്റങ്ങളോടുകൂടി സ്നേഹിക്കാൻ, ഇല്ലേ? ദൂരെ ഇരിക്കുന്നവർ ആഴ്ചയിലൊന്ന് മമ്മി ചായ കുടിച്ചോ എന്ന് ചോദിച്ചാൽ ചായ കയ്യിൽ വരത്തില്ല. കൂടെ ഇരിക്കുന്നവൻ രാവിലെ ഉണർന്ന് ചായ തന്നാലേ ഞാൻ എന്ത് ചെയ്യൂ? കൂടെയുള്ളവനെ കുറവുകളോടുകൂടി സ്നേഹിക്കാൻ, കുറ്റങ്ങളോടുകൂടി സ്നേഹിക്കുവാൻ കർത്താവേ എനിക്ക് കൃപ തരണമേ. അതാണ് 3-ാമത്തെ വാക്യം പറയുന്നത്, നിങ്ങളുടെ ഉള്ളിൽ ക്ഷീണിച്ചു മടുക്കാതെ ഇരുപ്പാൻ പാപികളാൽ തനിക്കു നേരിട്ട വിരോധം സഹിച്ചവനെ തന്നെ ധ്യാനിച്ചു കൊള്ളുവിൻ. വിശ്വാസ ജീവിതത്തിൽ മടുത്തു പോകാതെ, ആത്മീയ ജീവിതത്തിൽ മടുത്തു പോകാതെ ഇരിക്കാൻ, സങ്കടങ്ങളിൽ മടുത്തു പോകാതിരിക്കാൻ, ക്രിസ്തുവിനെ തന്നെ ധ്യാനിച്ചുകൊണ്ട് മുന്നേറുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മളെല്ലാം സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ആശംസിച്ചുകൊണ്ട് എൻ്റെ വാക്കുകളെ നിർത്തുന്നു. ദൈവം എല്ലാവരെയും സമൃദ്ധിയായിട്ട് അനുഗ്രഹിക്കട്ടെ.